ബോട്ട് അപ്പം കണ്ട ഛർദ്ദിക്കും കേട്ടോ. ദൈവം കർത്താവിന് അറിയാം എന്താവും എന്നുള്ളത്. ദൈവമേ പണി പാളി. എന്റെ കാലിലൊക്കെ മസിൽ കയറി ഗൈസ്. നോക്കൂ, അങ്ങനെ കുറേ നാളുകൾ ശേഷം ഞങ്ങൾ അങ്ങനെ ഒരു ബോട്ടിങ്ങിന് ആലപ്പുഴ പോവാണ്. ഞാനുണ്ട്, സെബിനുണ്ട്, ലിബിനുണ്ട്, യെസ്. ഞങ്ങൾ ആദ്യമായിട്ട് അങ്ങനെ ഫ്രോങ്സിൽ ഒരു യാത്ര നടത്താൻ വേണ്ടി പോവാണ്. നേരെ പോവാണ്. സംഭവം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരല്പം ഞങ്ങൾ വൈകി, ഇച്ചിരി നേരത്തെ പോകേണ്ടതാണ്. ഇത് നജീബിക്കയുടെ വൈഫിൻ്റെ വണ്ടിയാണ്. ഓട്ടോമാറ്റിക് ഫ്രോങ്സ് ആണ്. അപ്രോക്സിമേറ്റ് ഇവിടുന്ന് 2 മണിക്കൂർ നമുക്ക് യാത്രയുണ്ട്. നജീബിക്കയാണ് ഇന്നാണ് നമ്മുടെ വണ്ടി ഓടിക്കുന്നത്. അങ്ങനെ നമ്മൾ ഇവിടുന്ന് ആലപ്പുഴ ഡെസ്റ്റിനേഷനിലേക്ക് സഞ്ചരിക്കാണ്. ആരുടെ ഹൗസ് ബോട്ടിലാണ് നമ്മൾ സഞ്ചരിക്കുന്നത്? അപ്പോൾ എന്തായാലും നമ്മൾ പോകുന്ന ഹൗസ് ബോട്ട് പ്രജാപതി നമ്മളങ്ങനെ വൈറ്റിലെത്തി. വൈറ്റില മേൽപ്പാലം കയറിക്കൊണ്ടിരിക്കും കേട്ടോ. പക്ഷെ ഇങ്ങോട്ട് പെട്ടെന്ന് എത്തി കേട്ടോ നജീബ്. അല്ലേ, വലിയ ബ്ലോക്ക് ഇതുവരെ സംഭവിച്ചില്ല. പണ്ടൊക്കെ നമ്മളിവിടെ ഉള്ള സമയത്ത് ഇതൊന്നും ഇല്ല കേട്ടോ. ഭയങ്കര ബ്ലോക്ക് ആയിരുന്നു അറിയാവോ. ഇതുകൊണ്ട് എത്ര വർഷമായി കാണുക ഈ പാലം? ഒരു 13 വർഷമായിട്ടുണ്ടോ ഇത് വന്നിട്ട്? 13 വർഷം. നല്ല രീതിയിലുള്ള മഴയായിട്ടോ. ചെകുത്താന്റെയും കുറുക്കന്റെയും, അങ്ങനെയല്ലല്ലോ, കുറുക്കന്റെ കല്യാണം, വെയിലും മഴയും സെറ്റപ്പ് ആയിട്ടോ. ഗൈസ്, ആർക്കെങ്കിലും ഉണ്ടല്ലോ, ഞാനിപ്പോൾ ഒരു ചോദ്യം ചോദിക്കാം, അതിന് ഉത്തരം എനിക്ക് തരാൻ പറ്റുമെങ്കിൽ എനിക്ക് വളരെ സന്തോഷമായിരിക്കും. ഞാൻ പണ്ട് മുതലേ എറണാകുളത്തുള്ളപ്പം ഇതിനെക്കുറിച്ച് അന്വേഷിച്ചാണ്. പലരും പലതാണ് പറയുന്നത്. ഈ ബിൽഡിങ്ങിനെ കുറിച്ച് ആർക്കെങ്കിലും അറിയാമെങ്കിൽ പറഞ്ഞു തരണം. ഇതെന്തുകൊണ്ടാണ് ഇങ്ങനെ കിടക്കുന്നത്? കുറെ പേര് പറയുന്നു ഇതിന്റെ ഓണർ ഒളിച്ചോടി എന്ന് പറയുന്നു. കുറെ പേര് പറഞ്ഞു ഇതിന്റെ ഓണർ ആത്മഹത്യ എന്ന് പറയുന്നു. കുറെ പേര് പറഞ്ഞു ഇതിന്റെ അത് പ്രേതബാധ ഉണ്ടെന്ന് പറയുന്നു. അങ്ങനെ എന്തൊക്കെയൊക്കെയോ പറയുന്നുണ്ട്. ഏതാ സത്യം എന്ന് ഞങ്ങൾക്ക് അറിയത്തില്ല. അപ്പോൾ ആർക്കെങ്കിലും അതിനെക്കുറിച്ച് പറഞ്ഞു തരാൻ എറണാകുളത്ത് അതിന്റെ അടുത്തുള്ള ആരെങ്കിലും നമ്മുടെ വീഡിയോ കാണുന്നവരൊക്കെ ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും അതിനെക്കുറിച്ച് അറിയാവുന്നവർ അങ്ങനെ ആരെങ്കിലും ഉണ്ടെന്ന് പറഞ്ഞു തരണം. എന്നാന്നുള്ള അറിയാനുള്ള ഒരു ജിജ്ഞാസ കൊണ്ടാണ്. ഐസ് നോക്കൂ, ഫൈനലി ഞങ്ങൾ അങ്ങനെ ഞങ്ങളുടെ ലക്ഷ്യസ്ഥാനത്തെത്തി. അങ്ങനെ ഞങ്ങൾ ഇന്ന് യാത്ര ചെയ്യുന്ന ബോട്ട് ഒരു കിടിലം ബോട്ടാണ്. കുറേ സ്പെഷ്യാലിറ്റി ഉള്ള ബോട്ടാണ്. ഞാനിവിടെ കുറേ ബോട്ടിങ് നടത്തിയിട്ടുണ്ട്. പക്ഷേ ഇന്ന് യാത്ര ചെയ്യാൻ പോകുന്ന ബോട്ട് എന്ന് വെച്ച് കഴിഞ്ഞാൽ വളരെ സെറ്റപ്പുള്ളൊരു ബോട്ടിലാണ് നമ്മൾ ഇന്ന് യാത്ര ചെയ്യുന്നത്. അതൊരു കാര്യം. രണ്ടാമത്തെ കാര്യം, ഞങ്ങൾ എങ്ങനെ ഈ ബോട്ടായിട്ട് ബന്ധപ്പെട്ടു എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നജീബക്കയുടെ കൂട്ടുകാരൻ്റെയാണ് ഈ കാണുന്ന ബോട്ട്. കഴിഞ്ഞ കുറേ ദിവസം പറഞ്ഞു നമുക്കൊരു കിടിലം ബോട്ട് കിട്ടുന്നുണ്ട്, നമുക്കത് യാത്ര ചെയ്യണം, അത് സെറ്റപ്പ് ആയിരിക്കും, ഇത്ര നാളും പോയ പോലെ അല്ലെന്നൊക്കെയാണ് എന്നോട് നജീബ് പറഞ്ഞത്. എങ്ങനെയാണോ എന്താണെന്നൊന്നും അറിയത്തില്ല. ഇതേ ആ കാണുന്ന ബോട്ടാണ് നമ്മളെ ഇന്ന്, അതെ, ഈ കാണുന്ന വലിയ ബോട്ടിലാണ് നമ്മൾ ഇന്ന് യാത്ര ചെയ്യാൻ വേണ്ടി പോകുന്നത്. അതായത് ഈ കാണുന്ന ബോട്ട് അത് ഇങ്ങോട്ട് അടുത്തുകൊണ്ടിരിക്കുകയാണ്. അതിന് മുന്നായിട്ട് നമ്മുടെ നജീബിക്കയുടെ കൂട്ടുകാരൻ നമുക്ക് പരിചയപ്പെടാം. ചേട്ടൻ്റെ പേര്? എൻ്റെ പേര് മനേഷ് ചേട്ടനാണ്. അതായത് എങ്ങനെയാണ് പരിചയം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ വർക്ക്ഷോപ്പിലാണ് പുള്ളിയുടെ വാഹനങ്ങളെല്ലാം പണിയുന്നത്. അപ്രകാരമുള്ള കമ്പനിയാണ്. കമ്പനി എന്ന് പറഞ്ഞാൽ നീണ്ട് ഇപ്പൊ ഞാൻ ഒരുപാട് പേർക്ക് പരിചയപ്പെടുത്തി കൊടുത്തിട്ടുണ്ട്. നല്ല അഭിപ്രായമാണ് എല്ലാവരും പറഞ്ഞു കയറുമ്പോ കാണാമല്ലോ. ഗൈസ് നോക്കൂ, അതായത് ഇദ്ദേഹത്തിന് ട്രാവൽസും ഉണ്ട്, പിന്നെ അതുപോലെ ഈ ഒരു ബോട്ടും ഉണ്ട്. ഈ ഒരു ബോട്ടിന് കുറെ പ്രത്യേകതകളുണ്ട്. അത് ഞാൻ അതിൻ്റെ അകത്ത് കയറുമ്പോൾ പറയാം. ഒരു വണ്ടി തന്നെയാണിത്. അല്ലേ, ഞങ്ങൾ വണ്ടി എന്നാലും ഇത് കറക്കിയാലേ അല്ലേ. ഗൈസ് നോക്കൂ, അപ്പം ചേട്ടൻ്റെ ഈ ഒരു ബോട്ടിലാണ് ഞങ്ങൾ ഇന്ന് യാത്ര ചെയ്യുന്നത്. ഞങ്ങളൊരു അല്പം സമയം വൈകി. ഈ കാണുന്ന ഈ ഒരു കായൽ തീരത്തിലൂടെ അല്ല, കായലിന്റെ നടുവിലൂടെ. 20 സെന്റ് പറമ്പ് സത്യല്ലേ, എന്നാ വലിപ്പമുള്ള ഒരു വലിയ ബോട്ടാന്ന് പറയാം നമ്മളോട് അടുത്തടുത്ത് വരുന്നത്. സാധാരണയൊക്കെ നമ്മൾ യാത്ര ചെയ്ത ബോട്ടിന് 2 മെമ്പേഴ്സ് ഉണ്ടല്ലോ, അതിൻ്റെ സ്റ്റാഫ്. ഇതിന് 4 സ്റ്റാഫ് ഉണ്ട് കേട്ടോ. ഇത് അത്രയും വലിയ സാധനമാണ്. നോക്കിയേ, ഈ സാധനം ഇനി ഇവിടെ ഒന്ന് അടുപ്പിക്കണം. നജീബ് പറഞ്ഞാൽ 20 സെന്റ് ഉണ്ട് കേട്ടോ, സത്യം. ഇത് വലിയതാ. നജീബ് ഇങ്ങോട്ട് വന്നേ. ഇത് എന്നതാ ഗൈസ്, നമുക്കിന്ന് ഫുട്ബോൾ മേടിച്ചു കഴിഞ്ഞാൽ ഫുട്ബോൾ കളിക്കാൻ പറ്റും കേട്ടോ. ഇത് എന്നാ വലിപ്പം? നമ്മുടെ വീടിന്റെ അത്ര നമ്മുടെ വീടിന്റെ അത്ര. ഞാൻ ആദ്യമായിട്ടാണ് ഇത്രയും വലിയൊരു അൾട്രാ ലക്ഷറി ഇങ്ങനത്തെ ഒരു ക്രൂസിൽ യാത്ര ചെയ്യാൻ വേണ്ടി പോകുന്നത്. നമ്മൾ പല എന്താ പറയുക ഹൗസ് ബോട്ടിലും യാത്രയുണ്ട്, പക്ഷേ ഇത്രയും വലിയ സംഭവത്തിൽ നമ്മൾ യാത്ര ചെയ്തിട്ടില്ല. നമ്മളങ്ങനെ ഫൈനലി നമ്മൾ നമ്മുടെ പ്രജാപതി ഹോളിഡേയ്സിൻ്റെ ഈ കാണുന്ന പടുകൂറ്റൻ എന്തിലേക്ക്, അതായത് ഹൗസ് ബോട്ടിലേക്ക് നമ്മളങ്ങനെ കയറാൻ വേണ്ടി പോവാണ്. ഈ ചേട്ടൻ പറഞ്ഞത് നീ ഇത്ര നാളും കണ്ട സെറ്റപ്പ് അല്ലെന്നാണ്, അങ്ങനെ തന്നെ അല്ലേ? അതെ, അങ്ങനെ പ്രജാപതി ട്രാവൽസിന്റെ അൾട്രാ ലക്ഷറി ബോട്ടാണ് ഇന്ന് നമ്മുടെ പ്രിയ സഹോദരങ്ങൾക്കായിട്ട് നമ്മൾ ഇന്ന് കൊടുക്കുന്നത് അല്ലേ? യെസ് ഗൈസ്, അപ്പം നമ്മൾ നേരെ ആ ബോട്ടിലേക്ക് കയറാൻ വേണ്ടി പോവാണ്. ഇനിയിപ്പം ബോട്ടിൽ കയറി കഴിഞ്ഞു കഴിഞ്ഞാൽ, അതായത്
ഈ കാണുന്ന ബോട്ടിലേക്ക് നമ്മൾ കയറുന്നു. ആദ്യം തന്നെ ചെണ്ടയുടെ ഒക്കെ സെറ്റപ്പ് നോക്കിയേ, ചെണ്ടയുടെ ഒക്കെ സെറ്റപ്പിൽ ഫ്രണ്ട് റെഡിയാക്കി സെറ്റപ്പ് ചെയ്തൊരു ഫ്രണ്ട് അത് ഓടിക്കുന്ന സെറ്റപ്പ്. അതേ സമയത്ത് നമ്മൾ ചേട്ടൻ്റെ പേര്? എൻ്റെ പേര് അനിരുദ്ധൻ. അനിരുദ്ധൻ ചേട്ടനാണ് നമ്മുടെ ഈ ഒരു ബോട്ടിൻ്റെ ക്യാപ്റ്റൻ. അപ്പോൾ ഇദ്ദേഹമാണ് ഇന്ന് നമ്മളെ ഈ കാണുന്ന ഇന്നിപ്പം നമ്മൾ തുടങ്ങി നാളെ രാവിലെ 10 മണി വരെ അല്ലേ ഗൈസ് നമ്മളെ ലീഡ് ചെയ്യുന്നത്. പുള്ളിയുടെ കയ്യിലാണ് നമ്മുടെ എല്ലാ സംഭവം അല്ലേ അല്ലേക്കാ ഗൈസ്. അപ്പം നമ്മൾ പരിപാടി തുടങ്ങാൻ പോവാട്ടോ. നമ്മൾ അങ്ങനെ ഉള്ളിൽ കയറി നമുക്കൊരു കിടിലൻ മാല സ്വാഗതം. ഓ ഗൈസ് നോക്കൂ, അതായത് ആദ്യം തന്നെ നമുക്ക് ഒരു മുല്ലപ്പൂ ഒക്കെ ഇട്ട് ഒരു സംഭവം കിട്ടി. അതിന് ശേഷം ഇതേ കോക്കനട്ട്, അതായത് കോക്കനട്ട് കിട്ടി. നജീബിക്കും കിട്ടി. മാക്സിമം എൻജോയ് ചെയ്യാനുള്ള അവസരമാണ് നമ്മൾ ഉണ്ടാക്കുന്നത്. നമ്മുടെ ഈ ബോട്ടിന്റെ ഫുൾ ഫെസിലിറ്റി നമ്മൾ അവർക്ക് വേണ്ടി കൊടുത്തിരിക്കുകയാണ് അല്ലേ. ഞങ്ങളുടെ എന്റെ പ്രിയ സുഹൃത്തുക്കൾ ഞങ്ങൾ എല്ലാവർക്കും ഞാൻ ഇവരോടൊപ്പം ഉണ്ട്. ഇന്ന് നമ്മളിപ്പം തുടങ്ങി കഴിഞ്ഞാൽ നാളെ എത്ര മണി വരെ ഉണ്ട്? നാളെ രാവിലെ നമ്മൾ 10 മണി വരെ ഉണ്ട്. 10 മണി വരെ. അപ്പൊ ഇന്ന് മുതൽ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് 3 പേർക്കുള്ള ബോട്ടല്ല ഇത്, വലിയ ബോട്ടാണ്. അപ്പം പരമാവധി നമ്മൾ ഇതിന്റെ അകത്ത് ഓടിക്കളിക്കണം, അതാണ് അതിന്റെ മെയിൻ സംഭവം അല്ലേ. 75 പേരുടെ ഡേ ക്രൂസ് നമ്മൾ പോകുന്ന ബോട്ടാണ്. 75 പേരുടെ അത്രയും പേരുടെ യാത്ര ഉണ്ടല്ലേ. ഇന്നത്തെ വീഡിയോ എന്ന് വെച്ച് കഴിഞ്ഞാൽ കിടിലം വീഡിയോ ആയിരിക്കും. കാരണം തനതായ രീതിയിലുള്ള ആലപ്പുഴ ഫുഡ്, പിന്നെ ചേട്ടനൊരു സ്പീഡ് ബോട്ട് ഉണ്ട്, അതിലൊരു കിടിലൻ റൈഡ്, പിന്നെ അതുകൂടാതെ ഇന്ന് ഇതിലായിരിക്കും സ്റ്റേ, പിന്നെ അങ്ങനെ കുറേ സെറ്റപ്പ് ഉണ്ട്. ഇന്നത്തെ വീഡിയോ കിടിലനായിരിക്കും. ഏതാണ്ട് 3 വർഷങ്ങൾക്ക് ശേഷമാണ് നമ്മളങ്ങനെ ഈ കാണുന്ന ഒരു ഹൗസ് ബോട്ടിൽ യാത്ര ചെയ്യാൻ വേണ്ടി പോകുന്നത്. നല്ല കിടിലൻ ഇൻറ്റീരിയലൊക്കെ ചെയ്ത് നല്ല കിടിലൻ സോഫയൊക്കെ ഇട്ട് നല്ല പാർട്ടി ബോക്സ് ഒക്കെ വെച്ച് വലിയ TV ഒക്കെ വെച്ച് ഒരു കിടിലൻ സെറ്റപ്പാണ് ഫ്രണ്ട് തന്നെ. പക്ഷെ വെണ്ടയ്ക്ക അക്ഷരത്തിൽ എഴുതി വെച്ചിട്ടുണ്ട് നോ സ്മോക്കിംഗ് അല്ലേ ഗൈസ്. ചേട്ടൻ ഞങ്ങൾ ഇന്ന് ഈ കാണുന്ന ബോട്ട് പരിചയപ്പെടുത്തി തരണം. കമാൺ, ചേട്ടനാണ് പറഞ്ഞിരിക്കുന്നത്. സാധാരണ ഒരു ബോട്ട് പോലത്തെ ബോട്ടല്ല, ഇതിനകത്ത് കുറേ ഫെസിലിറ്റി ഉണ്ടെന്ന്. ആദ്യം അത് കാണിച്ചാ. ഇത് റിവർ ബോട്ട്സിന്റെ പ്രജാപതി എന്ന് പറയുന്ന അൾട്രാ ലക്ഷറി ബോട്ടാണ്. ഇത് 4 ബെഡ്റൂം ആണുള്ളത്. 50 പേരുടെ അടുത്ത് ഇരിക്കാവുന്ന ഡൈനിങ് ഹാള്, 50 പേർക്ക് ഇരിക്കാവുന്ന. നജീബിക്കയുടെ ഒരു ഫംഗ്ഷൻ നടന്നത് ഈ കാണുന്ന ഈ ഒരു ബോട്ടിലാണ്. അപ്പം അപ്രകാരം അവരൊക്കെ വന്നിട്ട് ഭയങ്കര സന്തോഷവന്മാരൊക്കെ ആയിരുന്നു. ഉള്ളിലേക്ക് യെസ് ഗൈസ്, നമ്മൾ നേരെ ഉള്ളിലേക്ക് പോവാണ്. ഇത് കണ്ടോ, ഇതൊരു ഡോറാട്ടോ. ഈ ഡോറ് തുറന്നു വരാൻ നേരത്തെ തന്നെ 5 സ്റ്റാർ ഹോട്ടൽ പോലെ ഒരു റൂമാണ്. ഇത് നോക്കിയാൽ പിന്നെ ഇത് നമ്മുടെ ഫസ്റ്റ് ബെഡ്റൂം ആണ്. ഓ ഗൈസ്, ദേ ഫസ്റ്റ് ബെഡ്റൂം ആണ് ഈ കാണുന്നത്. വാ കയറി വാ ലിവിനെ കയറി വാ. 5 സ്റ്റാർ ഹോട്ടൽ പോലെ നല്ല കിടിലം ഫസ്റ്റ് ബെഡ്റൂം, കിടിലൻ AC, പിന്നെ അതേപോലെ തന്നെ ഇതെന്താ, ഇത് എക്സ്ട്രാ ബെഡ് ആണെന്ന് തോന്നുന്നുണ്ടോ? എക്സ്ട്രാ ബെഡ്. എൻ്റെ ദൈവമേ, ഇത് പറഞ്ഞ പോലെ ഒന്നല്ല. ഇത് നോക്കിയേ, ഇത് നോക്കിയേ, ബാത്റൂം. എൻ്റെ അമ്മേ, ഇത് ബാത്റൂം. ഓ ഇത് വലിയ ബാത്റൂം ആട്ടോ. ഇത് നോക്കിക്കോട്ടെ ലിവിനെ. എൻ്റെ പൊന്നെ, ഇത്ര സെറ്റപ്പ് ഞാൻ പ്രതീക്ഷിച്ചില്ല. ഇത് ഇങ്ങനത്തെ എത്ര റൂം ഉണ്ട് ചേട്ടാ? ഇതേപോലത്തെ 3 ബെഡ്റൂമാണ് താഴെയുള്ളത്. അപ്പർ ഡെക്കിലാണ്. അത് അൾട്രാ ലക്ഷറിയിലെ ഏറ്റവും വലിയ സെഗ്മെന്റിൽ ഏറ്റവും വലിയ റൂമായിട്ടാണ് നമ്മൾ സെറ്റ് ചെയ്തിരിക്കുന്നത്. ബാത്ത് ടബ് ഉൾപ്പെടെ ഒരു സെറ്റപ്പാണ് അതിനകത്ത്. നമ്മൾ ഇന്ന് കലക്കും. നോക്കിക്കേ ഗൈസ്, നമ്മളിപ്പം പോകുന്ന വഴിക്ക് തന്നെ, അതായത് കുട്ടനാടിൻ്റെ സൈഡ് ഭാഗങ്ങളൊക്കെ നമുക്ക് കാണാം. ഇതുണ്ടോ, അവിടെയൊക്കെ ഇഷ്ടംപോലെ ബോട്ടുകളും സംഭവങ്ങളൊക്കെ കിടപ്പുണ്ട്. ഇതൊക്കെ ഓരോ വീടുകളും ആൾക്കാർ താമസിക്കുന്ന സംവിധാനങ്ങളും കാര്യങ്ങളൊക്കെയാണ്. പൊളിയല്ലേക്കാ ഇക്കടെ അഭിപ്രായം? ഒന്നും പറയാനില്ല, തകർപ്പ്. വേറെ പ്രത്യേകത മനീഷേട്ടന്റെ എക്സ്ട്രാ സെറ്റപ്പ് ഡിഷ് ഒക്കെ ഉണ്ട്. പിന്നെ ഓ ഗൈസ്, ഇന്ന് നമ്മൾ തകർക്കും ഗൈസ്. ബാ നമുക്കിനി അടുത്ത സ്ഥലത്തോട്ട് പോവാം. ഇത് അടുത്ത റൂമാട്ടോ ഗൈസ്. ഇതുണ്ടല്ലോ, കൊടുക്കുന്ന പൈസക്ക് മുതലാട്ടോ. കാരണം എനിക്ക് തോന്നുന്നു എത്ര പേരെ അഫോർഡബിൾ ചെയ്യാൻ പറ്റും ഇതിനകത്ത്? ഇത് നമുക്ക് 75 പേരുടെ വരെ 75 പേരെ വരെ എന്ത് ചെയ്യാൻ പറ്റും, അതായത് സെറ്റപ്പ് ചെയ്യാൻ പറ്റിയ ഒരു ബോട്ട് ആട്ടോ. ഇവിടെ റൂമൊക്കെ നോക്കിയേ, അസാമാന്യ റൂം. നല്ല കൂളായി. നിങ്ങളുടെ ഹണിമൂൺ 2 പ്രാവശ്യം കഴിഞ്ഞ വാ. എന്റെ പൊന്നെ, ഇതാ കർട്ടൻ നോക്കിയപ്പോൾ വ്യൂ നോക്കിയേ. ഓ തീർ ലുക്ക് ഗൈസ്. ഞാനുണ്ടല്ലോ ഈ ലോകത്തിലുള്ള ഒട്ടുമിക്ക എല്ലാ സ്ഥലങ്ങളിലുള്ള ഇത് നിർത്തിയിട്ടുള്ളതാണ്. അതായത് ലേക്ക് സംഭവങ്ങൾ, കാശ്മീരിലായിക്കോട്ടെ, ഡാൽ ലേക്കിലായിക്കോട്ടെ, ഇനി കുറേ സ്ഥലങ്ങളിൽ പോകാനുണ്ട്. ഇവിടെയൊക്കെ പോയാൽ എനിക്ക് എപ്പോഴും ആലപ്പുഴയിൽ ഇതാണ് ഇഷ്ടപ്പെടുക. കാരണം അതിന്റെ ഒരു ഫീലിംഗ്, പ്രത്യേക ഫീലിംഗ് അല്ലേ ലിബിനെ? വേറെ കാര്യമുണ്ട്, എബിൻ പറഞ്ഞല്ലേ, ലിബി ഇല്ലായിരുന്നു. ലിബി ക്യാമറ ഓപ്പറേറ്റ് ചെയ്ത് ലിബിനാണ്. ഇനി ഞങ്ങൾ 2 പേരും കൂടെയുള്ള പരിപാടിയാണ്. ഇതിൽ ഒരു വെടിക്കെട്ട് ബാത്റൂം ആട്ടോ. സെയിം ബാത്റൂം ആണ് ഇതിനകത്ത് നല്ല അത്യാവശ്യം വലിയ സ്റ്റാൻഡേർഡ് ബാത്റൂമോ സ്റ്റാൻഡേർഡ് റൂമോ കേട്ടോ.
ചേട്ടൻ ഞാൻ പറഞ്ഞപ്പോ ഇത്രയും സെറ്റപ്പ് ഒന്നും പ്രതീക്ഷിച്ചില്ല. വേറെ കാര്യമുണ്ട്, സെറ്റപ്പൊക്കെ ബാബാ കമൺ കമൺ ഗൈസ്, നമുക്ക് സമയമില്ല, ഓരോന്നായിട്ട് കാണുന്നുണ്ട്. എല്ലാ റൂമിൽ നിന്ന് ഇറങ്ങാൻ നേരത്തും നമുക്ക് ഇതേപോലത്തെ ഒരു കിടിലും വിൻഡോയും അതുപോലെയുള്ള സെറ്റപ്പും സംഭവങ്ങളൊക്കെ ഉണ്ട്. ഇതുണ്ടോ അവിടെ ഒരു പാലം കണ്ടോ സെബിനെ? ആ പാലം കണ്ടോ? ആ പാലത്തിന്റെ പണി ആയതുകൊണ്ടാണ് ബ്ലോക്ക് വരുന്നത് അല്ലേ? പള്ളാത്തുരുത്തി പാലത്തിന്റെ പണി ആയതുകൊണ്ടാണ് ബ്ലോക്ക്. ഇതൊക്കെ പോകുന്ന വഴിക്ക് നല്ല കിടില്. സാധാരണ ഹൗസ് ബോട്ട് എടുത്ത് കഴിഞ്ഞാൽ ഈ ഹൗസ് ബോട്ടിന്റെ ഗ്ലാസ് ഒക്കെ ഭയങ്കര അലമ്പായിരിക്കും കേട്ടോ. ഇത് ഫുൾ ക്ലീൻ ആക്കുന്നുണ്ട്, ക്ലീൻ ആണ്. ഇതുണ്ട്, ഇത് ഇങ്ങനെ ഓപ്പൺ ചെയ്യും. ഇങ്ങോട്ട് നോക്കടാ, ഇങ്ങനെ ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ വേറൊരു തലത്തിലേക്ക് സംഭവം എത്തി കേട്ടോ. ഓ കിടില സെറ്റപ്പ് തന്നെ, സെറ്റപ്പ് കേട്ടോ. ഇത് ഭയങ്കര സെറ്റപ്പാ. ഇനി ഇത് റൂമല്ലേ? മൂന്നാമത്തെ റൂമാണ് ഇത് ഈ റൂമിൽ പ്രത്യേകത ഉണ്ടോ? ഓ വലിയ റൂമാണല്ലോ, നല്ല ഇന്റീരിയർ ചെയ്ത് ഭയങ്കര സെറ്റപ്പ് ആക്കി വെച്ചാക്കുന്ന അടുത്ത മൂന്നാമത്തെ റൂം. ഇതേപോലത്തെ എത്ര റൂം നമുക്കുള്ള? 4 ബെഡ്റൂം ഉണ്ട്. സോറി 4 ഇതാണ് കേട്ടോ, 4 ബെഡ്റൂം. പിന്നെ നമ്മൾ നേരത്തെ ബാത്റൂം, അയ്യോ കൈ, 4 ബാത്റൂം, ആ സംഭവങ്ങൾ അതിൻ്റെ അകത്തുണ്ട്. ഇനി നമുക്ക് ഇതിന്റെ അടുത്ത സെറ്റപ്പ് കാണാം. നമ്മൾ ഇതിന്റെ അപ്പർ ഡെക്കിലേക്ക് കയറുവാണ്. എത്ര നിലയുണ്ട് ഇത്? 2 നില. 2 നിലയുള്ള ബോട്ടിന്റെ രണ്ടാമത്തെ നിലയിലേക്കാണ്. ഫുൾ എ സി കേട്ടോ, ഫുൾ എ സിയാ ഗൈസ്. രണ്ടാമത്തെ നിലയിലേക്കാണ് നമ്മൾ വന്നിരിക്കുന്നത്. നിങ്ങൾ ഇങ്ങോട്ട് നോക്കിക്കഴിഞ്ഞാൽ കാണാൻ പറ്റും എത്ര പേരെ ഉൾക്കൊള്ളാൻ പറ്റിയ ഒരു വലിയ എന്താണ് ഒരു ഡൈനിങ് ആട്ടോ. ഇത് എത്ര പേർക്ക് ഇരിക്കാം? അയ്യോ ഇങ്ങോട്ട് വാ, എൻ്റെ അടുത്തോട്ട് വാ, എന്നാ കേൾക്കൂല. ചേട്ടൻ ഇങ്ങോട്ട് വാ. എത്ര പേരെ? നമുക്ക് 50 പേർക്ക് വരെ അറ്റ് എ ടൈം ഇരുന്ന് ഫുഡ് കഴിക്കാൻ പറ്റുന്ന ബൊഫേ സെറ്റപ്പ് ഒക്കെ ചെയ്യാൻ പറ്റില്ലേ? കൗണ്ടറാണിത്. ഗൈസ് നോക്കിയേ, ഒരു എന്താ പറയാ ഓപ്പൺ ബാർ അല്ലെ ഓപ്പൺ കിച്ചൺ എന്നുള്ള രീതിയിലുള്ള സെറ്റപ്പിലുള്ള ഒരു കൗണ്ടറും സംഭവങ്ങളൊക്കെ. പിന്നെ ഒരു കാര്യം ശ്രദ്ധിച്ചോ, മസാജ് അങ്ങനെ ഇത് ചില ഓർഗാനിക് സംഭവം കേട്ടോ. അതായത് ട്രഡീഷണൽ ആയിട്ടുള്ള സംഭവങ്ങളും കാര്യങ്ങളൊക്കെ അതിൻ്റെ അകത്തുണ്ട്. കൈ തന്നെ തീർച്ചയായും. ഇനിയിപ്പം ഇത് നോക്കിയേ, ഇതിൻ്റെ ഇങ്ങോട്ട് വരുന്നത് ഫുൾ എ സി ആണ്, തണുത്ത് കുട്ടപ്പനായിട്ടിരിക്കുകയാണ്. ഇനി ഇവിടെ ബാൽക്കണി ഉണ്ട്, അതാണ് ഇതിൻ്റെ അടുത്ത സെറ്റപ്പ്. ഇത് കണ്ടോ, ഒരു കപ്പിത്താനാണെന്ന് വിചാരിച്ചു കഴിഞ്ഞാൽ നമുക്കിന്റെ ഫ്രണ്ടിൽ കയറിയിരിക്കാം ഗൈസ്. പിന്നെ ഇതിന്റെ ഇങ്ങോട്ട് വന്നു കഴിഞ്ഞാൽ നോക്കിയേ, ബോട്ടുകൾ നോക്കിയേ, എത്ര ബോട്ടുകളാണ്. കുട്ടനാടിന്റെ കീടിലും കാഴ്ച മനസ്സിലായോ? അത് വെള്ളം കൊണ്ടുവന്ന ബോട്ടല്ലേ? അല്ലല്ലോ, ആണോ ചേട്ടാ? അതെന്ത് ബോട്ടാ ചേട്ടാ? വെള്ളം കൊണ്ടുവന്ന് പോട്ടോ ഗൈസ്. നോക്കൂ ഗൈസ്, അതായത് ഇങ്ങോട്ട് കുട്ടനാടിന്റെ വെടിക്കെട്ട് കഴിച്ചു. പിന്നെ ചില ക്രൂസ് ഒക്കെ നമ്മൾ എടുത്തു കഴിഞ്ഞാണ്ടല്ലോ, അതിന്റെ ഓടിക്കുന്ന ആൾക്കാർ ഇച്ചിരി കർക്കശക്കാരനായിരിക്കും. അങ്ങനെ കർക്കശക്കാരനാകുമ്പോൾ എന്നെ സംബന്ധിച്ചാൽ നമ്മുടെ മൂഡ് പോകും. ഇവിടെ വരാൻ നേരത്തെ ആ ചേട്ടൻ ഒരു പാവ ഒരു ചേട്ടൻ, എനിക്ക് നല്ല കറക്റ്റ് ബോട്ടിന്റെയും വിമാനത്തെ പോലെ പുള്ളിക്കാരനാണ്, ആ കപ്പിത്താനാണ് ഇതിന്റെ അകത്തെ കാര്യങ്ങളെല്ലാം തീരുമാനിക്കുന്നത്. ഇവിടെ ഇപ്പൊ എന്താ പറയാ, ടഫസ്റ്റ് റൂളാണ്. അതായത് പണ്ടത്തെ പോലെ ഒന്നും നടക്കൂല. ലൈസൻസ് വേണം, അതുകൂടാതെ കപ്പിത്തായി ഓടിക്കുന്ന ആൾക്ക് എന്തൊക്കെ സംഭവങ്ങൾ അല്ലേ, അങ്ങനെയൊക്കെ എന്തൊക്കെയോ നിയമങ്ങളൊക്കെ മാറി. അത് തന്നെ ചേട്ടാ, ലൈസൻസ് ആയിട്ടുള്ള ആൾക്കാരാണ് ഇപ്പൊ വേണ്ടത്. ബോട്ടിന് ലൈസൻസ് വേണം, വർഷാവർഷം ഇതിന് സർവേ ഉണ്ട്, 3 വർഷം കൂടുമ്പോൾ ഡോക്കിംഗ് ഉണ്ട്. നിങ്ങൾ എപ്പോഴും ഹൗസ് ബോട്ട് എടുക്കാൻ നേരത്തെ ചിന്തിക്കണം, അപ്പത്തെ ലാഭം നോക്കി നിങ്ങൾ പോയി എടുത്തു കഴിഞ്ഞാൽ എന്തെങ്കിലും പറ്റിപ്പോയി കഴിഞ്ഞാൽ വലിയ വിഷയത്തിലേക്ക് മാറും. അപ്പോൾ ലൈസൻസ് ഉള്ളതും മറ്റു സംഭവങ്ങളൊക്കെ ഉള്ളതാണെങ്കിൽ ബാക്കിയുള്ള ഫർദർ പ്രൊസീജിയർ എപ്പോഴും നമുക്ക് നല്ലത്. ബോട്ട് ലൈസൻസ് ഇല്ലാത്തതിന്റെ വീട് ചെത്തിയിട്ട് വേണം ബാക്കി ചെയ്യാൻ വേണ്ടി. അതാണ് അതിന്റെ യാഥാർത്ഥ്യം. കേസ് കൊണ്ട് നടക്കുന്നതുകൊണ്ട് ഞങ്ങൾക്ക് അറിയാവുന്നതുകൊണ്ട് പറഞ്ഞു തന്നാണ്. നിങ്ങളുടെ ഇഷ്ടമാണ് അതൊക്കെ എന്ത് ചെയ്യണമെന്നുള്ളത്. പിന്നെ വേറൊരു കാര്യം കൂടെ ഉണ്ട്, നമ്മളെപ്പോഴും ഉണ്ടല്ലോ ഒരു ക്രൂസ് എടുക്കാൻ നേരത്ത് നമ്മൾ ഒന്ന് ശ്രദ്ധിച്ച് സൂക്ഷിച്ചു അല്ലേ, അതിന്റെ ഇതൊക്കെ പഠിച്ചിട്ട് വേറെ കാര്യമുണ്ട്. ഇത് ഇങ്ങനത്തെ സ്റ്റാൻഡേർഡ് എടുക്കുവാണെങ്കിൽ നമുക്ക് എടുത്തിട്ട് മര്യാദയ്ക്ക് പോവാം. പിന്നെ മറ്റേ രാത്രി ആകുമ്പോഴത്തേനും അവരായിട്ട് നമ്മൾ തല്ലുകൊണ്ട അവസ്ഥ വരും. അപ്പൊ നമ്മൾ ആ പരിപാടി കഴിഞ്ഞ് നേരെ വന്നു. ഇവിടെയൊക്കെ നല്ല കിടിൽ ഇന്റീരിയൽ സംഭവങ്ങൾ ചെയ്തിട്ട് ഇതിന്റെ ഈ ക്രൂസ് എടുക്കുന്ന ആൾക്കാരുടെ മെയിൻ എനിക്ക് തോന്നുന്നു ഫാമിലി പരിപാടി അല്ലേ. 1-2 പേർക്കൊന്നും വന്നിട്ട് അല്ലേ, അങ്ങനെയുള്ളവർക്ക് ഇതായിട്ട് തോന്നുന്നില്ല എനിക്ക്. ആൾക്കാർ അങ്ങനെ എൻജോയ്മെന്റ് ചെയ്യാൻ പറ്റിയ ഒരു സെറ്റപ്പാണ് നമുക്ക് ഈ ഒരു എന്താ പറയുക ക്രൂസിൽ എനിക്ക് തോന്നുന്നുണ്ട്. ഒരു ഫാമിലി ആയിട്ട് അല്ലെങ്കിൽ ഒരു ഓഫീസിന്റെ ടൂറ് അല്ലെങ്കിൽ പിന്നെ എന്താ പറയാ നമുക്കൊരു വലിയ ഫംഗ്ഷൻ അല്ലെ, അങ്ങനെയൊക്കെ ഉള്ളവർക്ക് അടിപൊളിയാണ്. കാരണം ഒരു 4 ഫാമിലി വന്നിട്ടുണ്ടെങ്കിൽ പുറത്ത് നമ്മൾ റൂം എടുക്കുന്ന പൈസ ആകുന്നുള്ളതിന്. അല്ല 4 ഫാമിലിക്ക് ഇപ്പൊ പുറത്ത് റൂം എടുക്കുന്നല്ലേ, നമ്മളിപ്പോ 4 ബോട്ട് എടുക്കുമെന്ന് വിചാരിച്ചോ, അല്ലെങ്കിൽ നമ്മളൊരു 67 പേര് എത്ര ബോട്ട് വേണം, അതിന്റെ ഒരു കാലിലൊന്നായിട്ട് നമുക്ക് ഇതിൽ വന്ന് കാര്യങ്ങൾ ചെയ്യാം അല്ലേ, അങ്ങനെയല്ലേ? അത് മാത്രമല്ല ഏറ്റവും നല്ല ഭക്ഷണം, അത് ഒരു ദിവസത്തെ മുഴുവൻ ഭക്ഷണം, രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റ് മുതൽ രാത്രിയിലെ ഡിന്നർ വരെയുള്ള ഭക്ഷണം, നല്ല ഏറ്റവും നല്ല മീനുകൾ, കുട്ടനാടൻ ഏറ്റവും സ്പെഷ്യൽ എന്ന് പറഞ്ഞാൽ കുട്ടനാടൻ കരിമീൻ, താറാവ്, ആ രീതിയിലുള്ള ഫുഡുകളാണ് ഇതിനകത്ത് നമുക്കുള്ളത്. ഫുഡ് നമുക്ക് തരുമ്പം പറയാട്ടോ, അതുവരെ ഇപ്പൊ ഇല്ല. ഫുഡ് കിട്ടിക്കഴിഞ്ഞാൽ അതിനെ കുറിച്ചുള്ള അഭിപ്രായം. ഇനി നമ്മള്
ഇങ്ങോട്ട് ഒരു ഡോർ ഉണ്ട്. ഇവിടെ ഏറ്റവും വലിയ റൂം എന്ന് പറഞ്ഞു. ഓ ഇതൊരു വലിയ വണ്ടി കേട്ടോ. യെസ് അത് നടക്കട്ടെ. ഇത് കണ്ടോ, ഇത് കോമൺ ആയിട്ടുള്ള ഇത് ഇതിന്റെ ലൈറ്റ് എവിടെ എടുത്തു ഇത് നോക്കിയാൽ സെവൻ. അതായത് ഒരു ഫംഗ്ഷൻ ഒക്കെ വന്നു കഴിഞ്ഞാൽ ബാത്റൂമിലോട്ടൊന്നും ഓടണ്ട, ഇവിടെ തന്നെ മൂത്രം ഒഴിക്കാം. അല്ലടാ കോമൺ ടോയ്ലറ്റ്. അതന്നെ ഇതൊക്കെ ഞാൻ ആദ്യമായിട്ടാണ് കേട്ടോ. കോമൺ ടോയ്ലറ്റുകൾ, ഇത് കോമൺ ബാത്റൂം. ഓ കോമൺ ബാത്റൂം സംഭവം കലക്കി കേട്ടോ. ഇത് വലിയ സംഭവടാ ലിപി. ഇതൊരു മിനി കപ്പൽ പോലെ തന്നെ ഉണ്ടല്ലോ. 50 പേർക്കുള്ളത് വേണമല്ലോ, അപ്പൊ അതിനൊരു സെപ്പറേറ്റ് ബാത്റൂം ഒക്കെ വേണമല്ലോ, അതിനോട്ട് ചെയ്തേക്കണം. സേഫ്റ്റിയുടെ കാര്യത്തിൽ ഒരു വിട്ടുവീഴ്ചയില്ല കേട്ടോ. ഇതൊരു റൂം കേട്ടോ. ഇത് ഇതിനകത്ത് എന്തോ പരിപാടി ചെയ്തോണ്ടിരിക്കും കേട്ടോ. അതിൻ്റെ അകത്ത് എന്തോ പരിപാടിയും കാര്യങ്ങളും ചെയ്യുവാണ്. അപ്പൊ ആ കാര്യം ഇത് നോക്കിയേ, ഇവിടെയുള്ള കയറ് കൊണ്ട് ഒരു ഇന്റീരിയല് എങ്ങനെയുണ്ട്? നമ്മൾ ഈ ഒരു ഇത് കണ്ടപ്പോ ഒരു ആവേശം കേട്ടോ, ഭയങ്കര ആവേശം. ഇത് നോക്കിയേ എന്റെ പൊന്നെ, ഓ ഗംഭീര സംഭവം കേട്ടോ. അതെ ഇവിടെ ഒരു വലിയ ഇത് ഇങ്ങോട്ട് നോക്കിയേ, ഇവിടെ നിങ്ങൾ നോക്കാൻ ഒരു വലിയൊരു അല്ലേ, ഒരു വലിയൊരു സെറ്റപ്പ് ബാൽക്കണി. വൈകിട്ട് നമുക്ക് ചായ ഒക്കെ കുടിക്കാനാണ്. പ്രേക്ഷകരെ ഞാനൊരു കാര്യം പറയാം, ഇത് പ്രൊമോഷൻ അല്ല, ഞാൻ 5 പൈസ ഇദ്ദേഹത്തിന് മേടിച്ചിട്ടില്ല. കാരണം ചിലപ്പോൾ നിങ്ങൾ അങ്ങനെ വിചാരിക്കും. ഞാൻ ഇങ്ങനെ പറഞ്ഞു, എനിക്ക് നജീബൊക്കെ എന്നെ നിർബന്ധിച്ച് നജീബിക്കയുടെ അവിടെ വർക്ക്ഷോപ്പ് വരുന്നതാണ്. അപ്പം പറഞ്ഞു ഇതുപോലെ സംഭവം ഉണ്ട്, നമുക്ക് വേണമെങ്കിൽ പോവാന്ന് പറഞ്ഞു. അപ്പം ഞങ്ങൾ എന്നാ പിന്നെ പോയേക്കാം. അതെ പാസ്പോർട്ടും ഇല്ല. അപ്പൊ അതാണ് സംഭവം. നിങ്ങളെ എനിക്ക് ഞാൻ ഇത് മേടിച്ചില്ല, 10 പൈസ ചേട്ടൻ തന്നിട്ടില്ല കേട്ടോ. ഞാൻ കാര്യം പറയുകയാണ്, നമ്മൾ അങ്ങനെയല്ല ഇത് ചെയ്താക്കുന്നത്. നമ്മുടെ നജീബിക്കയുടെ ഒരു ഇതിൽ വന്നതാണ്. അപ്പോൾ പുള്ളി പറഞ്ഞ് എനിക്ക് ചെയ്യാതിരിക്കാൻ പറ്റൂല. അപ്പോൾ അതുകൊണ്ടാണ് നമ്മൾ ഈ ഒരു സംഭവം, അതായത് എനിക്ക് മൂപ്പായി. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ സാധാരണ ഞാൻ ഈ കിടക്കുന്ന ഇത് കണ്ടോ, അവിടെ കിടക്കുന്ന ബോട്ടുകളൊക്കെയാണ് നമ്മൾ സഞ്ചരിക്കാറ്. അപ്പോൾ അങ്ങനത്തെ ബോട്ടുകൾ സഞ്ചരിക്കാൻ നേരത്ത് നമ്മൾ അങ്ങനെ സഞ്ചരിച്ചു. അപ്പോൾ പുള്ളി പറഞ്ഞു ഇത് അങ്ങനെയല്ലടാ, വേറെ സെറ്റപ്പാണ്. കയറി കഴിഞ്ഞപ്പോഴല്ലേ മനസ്സിലായി. ഞാനിവിടെ ഇവിടുത്തെ വേറൊരു അൾട്രാ ലക്ഷറിയിൽ ഞാൻ 2015-16 കാലഘട്ടങ്ങളിലൊക്കെ ഞാൻ ജോലി ചെയ്തിട്ടുണ്ട്. അതിലും സെറ്റപ്പാട്ടോ. വേറൊരു ബോട്ട് ഇവിടെ സഞ്ചരിച്ചിട്ടുണ്ട്. അടിപൊളിയായിരുന്നു. ഈ ഒരു സ്പേസ് എന്ന് പറയുന്നത് നമ്മൾ ശരിക്കും പറഞ്ഞാൽ ഇതൊരു ഹണിമൂൺ കപ്പിൾസിന് ഉദ്ദേശമുള്ള ഒരു ബെഡ്റൂം ആണ്. അപ്പൊ നമുക്ക് പറ്റൂല രീതിയിൽ ഒരു 25 പേർക്ക് ഇതിനകത്ത് നിൽക്കാൻ പറ്റുന്ന രീതിയിലുള്ള ഒരു അപ്പണ്ടക്കാണ് ഇവിടെ നമ്മൾ കൊടുത്തിരിക്കുന്നത്. അത് ഓപ്പൺ അപ്പണ്ടക്കാണ്. എത്ര 25 പേർക്ക്? ഓ 25 people accommodating that place. Very fluent English man. ഏറ്റവും വലിയ റൂം, ഏറ്റവും പ്രീമിയം റൂം, അങ്ങനത്തെ റൂമാണ് നമ്മൾ കാണാൻ വേണ്ടി പോകുന്നത്. അതായത് ഇതിന്റെ പ്രീമിയം റൂം. ഗൈസ് നോക്കൂ, ഇതിന്റെ പ്രീമിയം റൂമാണ് നമ്മൾ കാണാൻ വേണ്ടി പോകുന്നത്. ഇത്രയും വലിയ റൂം, 2 വ്യൂ. നമ്മൾ നേരത്തെ കണ്ട ബാൽക്കണി കിടന്നു കഴിഞ്ഞിട്ട് താഴെ കാണാം, ഈ സൈഡ് കാണാം, എല്ലാം ഓപ്പൺ ആണ്. നല്ല 5 സ്റ്റാർ ഹോട്ടൽ പോലെ. ഇങ്ങോട്ട് നോക്കിയാൽ ബെഡൊക്കെ അറേഞ്ച് ചെയ്ത് സെറ്റപ്പ് ചെയ്താക്കണേ. ഒരു അസാമാന്യ സെറ്റപ്പാട്ടോ. ഇനി ഇതിൻ്റെ ബാത്റൂം എന്ന് പറഞ്ഞാൽ അന്യായ ബാത്റൂം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു അന്യായ ബാത്റൂമാണ് ഇതിൻ്റെ അകത്തുള്ളത്. എൻ്റെ പൊന്നെ, എന്നോ വലിയ വലിപ്പം എന്ന് നോക്കി. ഇതൊക്കെ ക്ലോസറ്റ് ഒക്കെ നല്ല നീറ്റ് ആൻഡ് ക്ലീൻ, വാഷ് ബേസിൻ അങ്ങനെ സെറ്റപ്പ്, ഹോട്ട് വാട്ടർ അങ്ങനെയുള്ള എല്ലാ സെറ്റപ്പും ഉണ്ട്. ഇതുണ്ടോ, ഇതിന്റെ അകത്തോട്ട് വരാൻ ഷവർ, ബാത്ത് ടബ് വിത്ത് മുല്ലപ്പൂ. ഗൈസ് നോക്കൂ, ഒരു കപ്പിൾസിനൊക്കെ അടിപൊളിയായിരിക്കും ഗൈസ്. അങ്ങനത്തെ സെറ്റപ്പ് ഒക്കെ ഉണ്ട്. പിന്നെ നല്ല സൈലന്റ് ആണ്, പീസ്ഫുൾ ആണ്. പിന്നെ ഞാൻ വീണ്ടും എടുത്തെടുത്ത് പറയുകയാണ്, അതായത് ഈ ഒരു ബോട്ട് നമ്മളൊരു എന്താ പറയുക, ഒരു എങ്ങനെ പറയുന്നത് വെച്ച് കഴിഞ്ഞാൽ ഒരു ഗ്രൂപ്പ് ഓഫ് ആളുകൾക്കാണ് എപ്പോഴും ഇത് ഉപകാരപ്പെടുക. ഇത് ബോട്ട് എങ്ങനെയുള്ള ആൾക്കാർക്ക് ഉപകാരപ്പെടുക എന്ന് ഞാൻ പറയാം. അതായത് ഒരു ഫാമിലി ഒന്നും വന്നു കഴിഞ്ഞാൽ വലിയ വലിയ ലീച്ച പോലെ ഇപ്പം ഒരു 4 ഫാമിലി അങ്ങനെ വന്നു കഴിഞ്ഞാൽ അടിപൊളിയായിരിക്കും. ഇനി അതല്ല, നിങ്ങൾ ഒരു 54 പേർ ഒരു ഫംഗ്ഷനിൻ്റെ അത് വെക്കുക, ഒരു 50 ഇച്ചിരി കൂടിയാലും കുഴപ്പമില്ല, ഇനി ഇച്ചിരി കുറഞ്ഞാലും കുഴപ്പമില്ല, ഒരു ഫംഗ്ഷൻ വെക്കാൻ അടിപൊളിയായിരിക്കും. പിന്നെ ഒരു ബർത്ത്ഡേ പാർട്ടി അല്ലെങ്കിൽ ഒരു ചെറിയ ബാങ്കിൻ്റെ ഒക്കെ മീറ്റിംഗ് കഴിഞ്ഞിട്ടുള്ള ഒരു എന്താ പറയുക, ഒരു ഫ്രീ ഒരു അങ്ങനെ ഒരു സംഭവം, അങ്ങനെയൊക്കെയുള്ള സംഭവത്തിൽ അങ്ങനെയുള്ള സംഭവത്തൊക്കെ സൂപ്പർ ആയിരിക്കും. കാരണം അങ്ങനെയാണ് ഇതിന്റെ സെറ്റപ്പുകൾ. പക്ഷേ പെർ ഹെഡിന് നോക്കാൻ നേരത്തെ നമ്മൾ സാധാരണ പൈസ തന്നെ ഇതിനാവുന്നുള്ളൂ. യെസ് ഗൈസ്, അത്രയും പേര് വന്നാൽ സൂപ്പർ ആയിരിക്കും, ഭയങ്കര ലാഭം. നമ്മൾ 5 സ്റ്റാറുള്ള ഒരു പരിപാടി നടത്തുന്നതിലും ആ ചെറിയ പൈസക്ക് ഫുഡ് അടക്കം ഡേ ക്രൂസും നിങ്ങൾക്ക് ബാക്കി എന്നാ ക്രൂസ് ഉണ്ട് അതൊക്കെ റിച്ച് ആയിരിക്കൂലേ. ഇത്രയും വലിയൊരു ഇതാണല്ലോ, ഇത്രയും ഒരു 54 പേരെ കൊള്ളുന്ന ഒരു രീതിയിലുള്ള ഫുഡ് കൊടുക്കുന്ന സ്ഥലമാകുമ്പം ഇതിന്റെ ഒരു ഇതുണ്ടോ, വാഷ് ബേസിനും ഇതുണ്ടോ, അത്രയും പേർക്കുള്ള വാഷ് ബേസിൻ നീറ്റും വൃത്തിയാണ്. ഇത് ഞാൻ പറഞ്ഞ പോലെയാണ് ഇതിന്റെ ഒരു രീതിയുടെ ലിപിനെ, മനസ്സിലായോ? നമ്മൾ കുറച്ച് ആൾക്കാരുണ്ടെങ്കിലാണ് ഇത് എന്റർടൈൻമെന്റ് ആയി മാറുക. ചെറിയ പൈസ അല്ലേ വരുന്നല്ലോ പെർ ഹെഡിന് അങ്ങനെ ആവുമ്പോ അല്ലേ, 50 പേരൊക്കെ അത്രയും പേരെ ഫുഡിനകത്ത് ഇവർ ഇത് ചെയ്യുന്ന ഭയങ്കര അത്ഭുതം കേട്ടോ. ഉണ്ടല്ലോ ഇതേപോലത്തെ 2 കുറ്റിയില് പ്യൂരിഫൈ ചെയ്താണ് ഈ സാധനം കയറ്റി വിടുന്നത് കേട്ടോ. അപ്പം നമ്മൾ കുളിക്കുന്ന വെള്ളമായാലും നമ്മൾ ഉപയോഗിക്കുന്ന വെള്ളമൊക്കെ ആയാലും നല്ല വെള്ളം, എല്ലാം നല്ല കിടിലും സെറ്റപ്പ് ആയിട്ട് വീട്ടിലിരിക്കുന്ന ആ സെയിം സാധനം തന്നെയാണ്. പിന്നെ ഞാൻ പല ബോട്ടിൽ പോയിട്ടുണ്ടല്ലോ, ഈ ബോട്ടിൽ പ്രത്യേകത ഭയങ്കര സൈലന്റാ, വളരെ വൈഡ് ആയിട്ടുള്ള
ഒരു മോഡേൺ കിച്ചണായിട്ടുള്ള കിച്ചണാണ്. ഇവിടെയാണ് നമുക്ക് വേണ്ടിയുള്ള ഫുഡൊക്കെ റെഡിയാകുന്നത്. ചേട്ടൻ്റെ പേരെന്നാ? ലൈജു ജെയിംസ് എന്ന് പറഞ്ഞ ചേട്ടനാണ് നമുക്ക് ഇന്ന് ഫുഡ് റെഡിയാക്കിയത്. കുക്ക്, യെസ്. അപ്പോൾ ഇദ്ദേഹമാണ് ഇന്ന് നമുക്കുള്ള ഫുഡ്. അതായത് കുട്ടനാടൻ സ്റ്റൈലിലുള്ള തനി താറാവ് റോസ്റ്റും കുറേ സംഭവങ്ങളുണ്ട് ഗൈസ്. നമുക്ക് വേണ്ടിയുള്ള കരിമീന്, പിന്നെ അതുപോലെ അയല, പിന്നെ അതുപോലെ എല്ലാം ചെറിയുള്ളിയിലാണ്. ഇതുണ്ടോ, ചെറിയുള്ളിയൊക്കെ ഒഴിച്ചാണ് സെറ്റപ്പ് ചെയ്യുന്നത്. അപ്പോൾ കറികളൊക്കെ ഓൾമോസ്റ്റ് റെഡിയായി. ഇനിയിപ്പോൾ ഫൈനൽ വർക്കുകളും സംഭവങ്ങളൊക്കെയാണ്. അത് കുറച്ച് കഴിയുമ്പോൾ നമുക്ക് ഫുഡൊക്കെ തരും. അപ്പം നമുക്ക് ബാക്കി സംഭവങ്ങൾ കാണാം. തവയിൽ വെളിച്ചെണ്ണയൊക്കെ ഒഴിച്ചിട്ട് കരിയാപ്പില സംഭവമൊക്കെ ഇട്ടു. അതിന് ശേഷം ചെറിയുള്ളി ഇട്ടു. ആഹാ, ചെറിയുള്ളിയൊക്കെ ഇട്ടിട്ട് ഇനിയിപ്പോൾ ഏത് മീനാണ് ഇടുന്നത് എനിക്ക് കറക്റ്റ് അറിയില്ല. ചേട്ടാ ഏത് മീനാണ് ഇടുന്നത്? കരിമീൻ. ഗൈസ് നോക്കൂ, ഇതിലേക്ക് നല്ല കിടിലൻ കരിമീൻ, അതായത് ഈ കായലിൽ നിന്ന് തന്നെ പിടിച്ച് മാരിനേറ്റ് ചെയ്ത നല്ല സൂപ്പർ കരിമീൻ. ഇത് ഒറിജിനൽ കരിമീനാട്ടോ, അല്ല പിലോപ്പി ഒന്നും അല്ല. നല്ല കിടിലൻ കരിമീൻ ഇതിൻ്റെ അകത്തിട്ട് വെച്ച് പൊള്ളിക്കട്ടോ. ഇതുപോലത്തെ ലൈവ് ഫുഡ് ആയിരിക്കും നിങ്ങൾ വന്നാലും നിങ്ങൾക്കൊക്കെ കിട്ടുക കേട്ടോ. ഞങ്ങൾ എത്ര പേരുണ്ടോ അത്രയും പേർക്കുള്ള സംഭവങ്ങൾ ഇവിടെ റെഡിയാക്കുന്നുണ്ട്. അപ്പം നമ്മൾ ഓവർ കിച്ചണിൽ കയറി ഇത് ചെയ്യുന്നില്ല. കുക്കിങ്ങും കാര്യങ്ങളൊക്കെ വളരെ വൃത്തിയായിട്ട് നോക്കണോട്ടെ അല്ലേ? നമുക്ക് പോയേക്കാം. ഗൈസ് നോക്കൂ, നമ്മൾ നേരെ ഇതൊക്കെ എന്നാ കേട്ടോ, ഇതിൻ്റെ ഇതൊക്കെ ഇലക്ട്രിക്കൽ സംഭവങ്ങളാണോ? ഇത് വമ്പ സെറ്റപ്പ് ആണ്. കാരണം ഇതിനകത്ത് കുളിക്കുന്ന വെള്ളം ഉണ്ടല്ലോ, അതൊരു ഫിൽട്ടർ ചെയ്താണ് തന്നിരിക്കുന്നത്. ഈ നജീബൊക്കെ എന്റെ കാലം പറ്റുന്നില്ല ഗൈസ്, എന്റെ കാര്യം താത്തി. അപ്പൊ ഞങ്ങള് മേളിൽ നല്ല ഇറങ്ങി വന്ന് ഇപ്പൊ ഇവിടെ ഇങ്ങനെ എന്താ പറയാ നല്ല സെറ്റപ്പ് ആയിട്ട് ഇവിടെ ഇരിക്കും. എത്രത്തോളം വൈറ്റ് ആവുന്നുണ്ടോ അത്രത്തോളം നല്ലതാ. പീക്ക് സെറ്റപ്പ് ഇന്ന് കാലാവസ്ഥ വെള്ളത്തിൽ ചാടാൻ പറ്റിയെങ്കിൽ ഭയങ്കര സെറ്റപ്പ്. കൈക്ക് വേനയാട്ടോ, അല്ലെങ്കിൽ ചാടിയാൻ. ഇനിയിപ്പം നമുക്ക് കുറേ സംഭവങ്ങൾ ഇനി ചെയ്യാനുണ്ട്. നമ്മൾ അതിന് വേണ്ടി വെയിറ്റ് ചെയ്യാം കേട്ടോ. ബോട്ടിന്റെ ഫ്രണ്ടിലാണ് സാധാരണ ഞാൻ നിങ്ങൾ ഇങ്ങനെ വന്നു നിന്ന് കഴിഞ്ഞാൽ ബോട്ടിന്റെ ക്യാപ്റ്റൻ തെറിയെന്നൊക്കെ പറഞ്ഞിരിക്കും. ഇതൊരു പാവം മനുഷ്യനാണ്. അദ്ദേഹം വളരെ കോൺസെൻട്രേഷൻ ചെയ്ത് അദ്ദേഹത്തിന്റെ പണി ചെയ്യാണ്. ഇപ്പൊ എത്ര വർഷമായി ഇപ്പൊ ഇത് ചെയ്യാൻ തുടങ്ങിയിട്ട്? ഞാനിപ്പോ 2004 തൊട്ട് ഈ ഫീൽഡിലുണ്ട്. 2004 തൊട്ട് ഈ കാണുന്ന ബോട്ട് ഓടിക്കുന്ന ചേട്ടനാണ്. ഇപ്പൊ എത്ര വർഷമായി? 2004 10 വർഷം. 18 വർഷം കഴിഞ്ഞു. 18 വർഷം ആയി ഈ ഒരു ഫീൽഡിൽ ഇത് ചെയ്യുന്നത്. ഗൈസ് നോക്കൂ, പിന്നെ അത് മാത്രമല്ല നമ്മൾ എപ്പോഴും ക്ഷമയോടുകൂടി കാര്യങ്ങൾ കൈകാര്യം ചെയ്യുന്ന പറഞ്ഞപ്പോൾ ഗവൺമെന്റിന്റെ ബോട്ട് വന്ന് നോക്കി അതിൻ്റെ അകത്തൊക്കെ കേട്ടോ സായിപ്പുമാർ പോകുന്നു. ഇവരിങ്ങനെ ചെയ്ത് കഴിഞ്ഞാൽ എന്ത് ചെയ്യും? ഈ സായിപ്പുമാർ ഏറ്റവും വലിയ വിഷയം ഇത്. അവന്മാർ എവിടെ വന്നാൽ ലോ ബഡ്ജറ്റിലുള്ള പരിപാടിയാണ്. അവരിങ്ങനത്തെ പരിപാടിയൊക്കെ അല്ലേ? ഗൈസ് പിന്നെ ഇതിന്റെ ഒരു പ്രത്യേകത വെച്ചാൽ ഇത് റിവേഴ്സ് ഒക്കെ എടുക്കുന്നത് ഇതിന് വാക്കി ടോക്കി ഉണ്ട്. ഇത് ആ ബോട്ട് പോയതിന്റെ ഒരു പിന്നെ ഓളം വന്നാണ്. അപ്പൊ ഇതിൽ വാക്കി ടോക്കി ഉണ്ട്. റിവേഴ്സ് ഒക്കെ എടുക്കാൻ നേരത്തെ ഇതിപ്പോ നമുക്ക് 4 സ്റ്റാഫ് ഉണ്ട്. 4 സ്റ്റാഫിന് നമുക്ക് വാക്കി ടോക്കി കൊടുക്കുന്നുണ്ട്. പരസ്പരമായിട്ടുള്ള കോൺടാക്ട് ബന്ധങ്ങൾ. ഇത്രയും വലിയ ബോട്ടാകുമ്പോൾ പലരും പല സെക്ഷനിലായിരിക്കും ഉള്ളത്. കിച്ചണിലായിരിക്കാം, ഒരാൾ ക്ലീനിങ്ങിലായിരിക്കാം. ഹലോ, അപ്പൊ അങ്ങനെ വരുന്ന കുനിഞ്ഞിക്കുന്ന ആള് നേരെ നിൽക്കൂ. ചിലപ്പോൾ തെറിയൊക്കെ സെറ്റപ്പാ ഗൈസ്. അതിന് വേണ്ടിയുള്ള സംഭവം വാക്കി ടോക്കി ഒക്കെ സംവിധാനങ്ങളുണ്ട്. കാരണം അല്ല, നമ്മളൊരു 54-60 പേരൊക്കെ ആയിട്ട് നമ്മളൊരു ക്രൂസ് പോകാൻ നേരത്ത് അതിൻ്റെതായ രീതിയിലുള്ള നോട്ടങ്ങൾ നോക്കണം. കാരണം അങ്ങനെ നമ്മൾ കെയർ ചെയ്ത് വേണം ഗസ്റ്റിനെ കൊണ്ട്. അപ്പൊ അതിൻ്റെതായ ഗൈസ്, അതായത് പറയുന്ന കൊച്ചുകുട്ടികളും അല്ല എല്ലാവരും ഉണ്ട്. അപ്പൊ അങ്ങനെ അതിൻ്റെതായ എന്താ പറയുക സേഫ്റ്റി സംഭവങ്ങളൊക്കെ എടുക്കണം. ഇക്കാന്റെ അല്ല, ഇക്കായുടെ കുടുംബം മൊത്തം ഇതിനകത്ത് ഒന്നല്ലേ അല്ലേ? ഗൈസ് എല്ലാവരും ഇതിൻ്റെ അകത്ത് അല്ലേ അല്ലേ ഗൈസ്? ഞാൻ ഇതിന്റെ തുഞ്ചത്തേക്കണം എന്റെ ഏറ്റവും വലിയ ആഗ്രഹമായിരുന്നു. ഗൈസ് ഇനിയുണ്ടല്ലോ കുറച്ചും കൂടെ സംഭവങ്ങൾ കാത്തിരിക്കുന്നുണ്ട്. ഏതാനും കുറച്ച് സമയത്തിനുള്ള അടുത്ത പരിപാടി തുടങ്ങും കേട്ടോ. ഇഷ്ടം പോലെ ഗവൺമെന്റ് ബോട്ട് വരുന്നുണ്ട് കേട്ടോ. ഇപ്പൊ പറഞ്ഞ ഇതെങ്ങോട്ട് പോകുന്ന ചേട്ടാ? ഇതെങ്ങോട്ട് പോകുന്ന? ഇത് ആലപ്പുഴയിലേക്ക് വന്നു പോട്ടോ. നേരത്തെ പോയതോ? അത് ആലപ്പുഴ നമ്മുടെ സബ്സ്റ്റേഷൻ ഇവിടെയാണ്, ആലപ്പുഴയാണ്. ഇതിപ്പോ പോയിട്ട് ആലപ്പുഴ ഇത് വേണാട്ടുകാട് അങ്ങനെയുള്ള സ്ഥലങ്ങളിലേക്ക് പോയിട്ട് വരുന്നത്. ഇപ്പൊ നമ്മുടെ വള്ളം ഒന്ന് കുലുങ്ങും അല്ലേ? അത് വരുന്നതിന്റെ വള്ളം ഓളം കണ്ടോ സർക്കാരിന്റെ ബോട്ട്. നമ്മളിപ്പോ പോകുന്ന വഴിക്ക് നോക്കിയാൽ ഇതേപോലെ തന്നെ കുറേ ബോട്ടുകൾ ശ്രദ്ധിച്ചോ? KSRTCയുടെ മുന്നിൽ എഴുതി വെച്ച പോലെ മലയാളത്തിൽ എഴുതി വെച്ചിട്ടുണ്ട് അല്ലേ, സർക്കാർ ബോട്ട്. ഇത് അവിടെയൊക്കെ വള്ളങ്ങൾ കിടപ്പുണ്ട്. ഇതിന്റെ സ്റ്റിയറിംഗ്, അതായത് ഇതിന്റെ സ്റ്റിയറിംഗ്. ഇതെന്നാ? ഇത് ഇതെല്ലാം ഹോണുകള്. ഇത് ഇന്റർകോമാണ് ബാക്കിലേക്കുള്ള. ഇതൊക്കെയോ? ഇതൊക്കെ ഹെഡ്ലൈറ്റും അതേപോലെ സ്റ്റാർബോർഡ്. ഓ, ഇത് ഈ 2 ലിവറോ? ഇത് ഗിയറാണ്. എത്ര ഗിയർ ഉണ്ട് ഇതിന്? ആക്ച്വലി 2 ഗിയർ ആണുള്ളത്. ഒന്ന് ഫോർവേഡും ഒന്ന് റിവേഴ്സും. 2 ഗിയർ. പിന്നെ ഇത് ആക്സിലേറ്റർ. ഓ, ഇതാണ് ആക്സിലേറ്റർ. ഇത് എത്ര cc വണ്ടിയാ?
ഹോഴ്സ് പവർ ആയിരിക്കില്ലടാ. 104 HP ആണ്. HP. അല്ല ചേട്ടാ, സാധാരണ നമ്മളൊരു പിന്നെ വള്ളത്തിലൊക്കെ ഇങ്ങനെ ഹൗസ് ബോട്ടിലൊക്കെ യാത്ര ചെയ്യുമ്പോഴേ അതിന് സൗണ്ട് കൂടുതലല്ലേ, ഇതിന് സൗണ്ട് കുറവ്? സൗണ്ട് ഉണ്ട്, ഇതിന് നോർമലി സൗണ്ട് ഉണ്ട്. പക്ഷെ നമ്മൾ ഇത്രയും ലെങ്ത് നമ്മുടെ കിച്ചന്റെ താഴെയാണ് ഇതിന്റെ എഞ്ചിൻ ഇരിക്കുന്നത്. അപ്പൊ അതുകൊണ്ട് അത്ര എഫക്റ്റീവ് ആവില്ല വരുന്നതുകൊണ്ടുള്ള ആ ഒരു സൗണ്ട് വ്യത്യാസം. ചേട്ടാ, സാധാരണ നമ്മൾ ക്രൂസിലൊക്കെ പോകുന്ന നേരത്തെ അതിന്റെ ഇതിന് ഭയങ്കര സൗണ്ട് ആയിരിക്കില്ല എഞ്ചിന്, ഇതിന് ആ സൗണ്ട് കിട്ടുന്നില്ല. ഇത്രയും ഡിസ്റ്റൻസ് ഉണ്ട്. വലിയ ബോട്ട് ആയതുകൊണ്ടാണ്, വലിയ ഹളിനകത്താണ് നമ്മുടെ എഞ്ചിൻ ഇരിക്കുന്നത്. അതുകൂടാതെ എഞ്ചിൻ കംപ്ലീറ്റ് ആയിട്ട് സൗണ്ട് പ്രൂഫ് ചെയ്തു. 1 വർഷവും 2 മാസവും എടുത്താണ് ഈ വണ്ടി പണിത്. ഭയങ്കര എക്സ്പെൻസീവ് ആണ് ഈ സാധനം കേട്ടോ. അതായത് 2 കോടി അടുത്ത് ഇതിന്റെ ചെലവിന് വരും. കാരണം ഇത് അത്ര ഇത് ചെയ്താണ് ഇവർ ഇതിനു വേണ്ടി കോൺസെൻട്രേറ്റ് ചെയ്ത് പുതിയൊരു പ്രൊജക്റ്റായിട്ട് ഇങ്ങനെ ഒരു കോൺസെപ്റ്റ് പണിതുകൊണ്ട് വന്നത്. കാരണം ഇപ്പം ഞാൻ പറഞ്ഞത് ഇതെന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ 1 ബെഡ്റൂം 2 ബെഡ്റൂമുള്ള ഇതുണ്ടോ അങ്ങനെ സംഭവം. പക്ഷേ അതിൻ്റെ അത് ഇങ്ങനത്തെ ഒരു പരിപാടി. കാരണം ഒരു ടീമായിട്ടൊക്കെ ഒരു ബസ്സിന് അല്ലെങ്കിൽ കുറച്ച് ആൾക്കാരൊക്കെ വരുന്നത് അവർക്ക് അല്ലേ പരിപാടി നടത്താനൊക്കെ അങ്ങനെ രീതിയിൽ സെറ്റപ്പ് ചെയ്താണ്. ഇപ്പം നമ്മൾ യെസ് നോക്കിയേ, അമ്പോ തകർത്ത് വാരും ഇപ്പൊ അല്ലേ. ഇത് വേമ്പനാട് കായലാണ്. വേമ്പനാട് കായൽ. വേമ്പനാട് കായലിലേക്ക് നമുക്ക് ചെല്ലാൻ വേണ്ടി പറ്റും കേട്ടോ. എവിടെ ഇപ്പൊ നമ്മൾ ഇറങ്ങിയിരിക്കുന്നത് വേമ്പനാട് കായലിലേക്കാണ്. ഒരുപാട് സ്പോട്ടുള്ള കാര്യങ്ങളൊക്കെ ഇവിടെ ഉണ്ട്. ഇതിനകത്ത് വെച്ച് തന്നെയാണ് നമുക്ക് നിങ്ങളുടെ ഫുഡ് തരുന്നതും സ്പീഡ് ബോട്ട് അറേഞ്ച് ചെയ്യുന്നതും എല്ലാം ഇതിനകത്താണ്. എല്ലാം ഇവിടെ എത്തും. നമുക്കിപ്പോൾ സ്പീഡ് ബോട്ട് വന്നു കേട്ടോ. ദൈവമേ, അമ്പോ, എന്റെ കർത്താവേ, എന്റെ പൊന്നെ, നോക്കൂ, എന്റെ പൊന്നെ, അസാമാന്യ സാധനം. ഇത് എന്നതാ ഇതാ നമ്മുടെ ബോർഡ് പുള്ളിനെ കൊണ്ട് പറ്റുന്ന രീതിയിലുള്ള പെർഫോമൻസ് പുള്ളി നടത്തിക്കൊണ്ടിരിക്കുകയാണ്. അമ്പോ, അത് കേട്ടോ. നൈസ് നൈസ്. അവരും ബോട്ടിൽ കയറാനുള്ള സംഭവങ്ങൾ റെഡി ആയിക്കൊണ്ടിരിക്കുകയാണ്. കിട്ടിയോ കിട്ടി? മുതലാളിനെ ആദ്യം തന്നെ കൊടുത്തേക്കാം. എനിക്ക് കറക്റ്റ് അളവ് 40. സംഭവം സേഫ് ആട്ടോ, മുതലാളി കൊടുത്തു തരുന്നുണ്ട്. കൈസ് നോക്കും. അപ്പൊ നമ്മൾ ഇനി ഒന്നും ചിന്തിക്കാനില്ല. നമ്മൾ നേരെ സാധനം ഊരി വെച്ചേട്ടാ. ഇനിയിപ്പോ നമ്മളൊന്നും നോക്കാനില്ല, സാധനങ്ങളൊക്കെ ഇടുന്നു, നേരെ ബോട്ടിൽ കയറും കേട്ടോ. ഇതൊന്നും ഇല്ലാതെ ഒരിക്കലും നിങ്ങൾ എവിടെയും പോയാക്കില്ല കേട്ടോ. എന്ത് പറ്റിയാലും വെള്ളത്തിൽ പൊങ്ങി കിടന്നോളും. ബി സേഫ്റ്റി, ഓൾ സേഫ്റ്റി. അത് ഇംഗ്ലീഷ് കറക്റ്റല്ല, പിന്നെ എനിക്ക് പറ്റുന്ന രീതിയിൽ ഞാൻ പറഞ്ഞു പഠിപ്പിച്ചിട്ടുണ്ട്. കമാൻ ഗൈസ്, നമ്മൾ ബോട്ടെ കയറാൻ വേണ്ടി പോകണം. തലകറക്കം, ഛർദി, ചുമ, പനി ഇതെല്ലാം ഉറപ്പായി. ഓ ഗൈസ്, ഞങ്ങൾ ബോട്ടിൽ കയറാൻ പോകട്ടോ. കയറിയേക്കാ ഞാൻ പോകുന്നുട്ടോ. ഞാൻ ചെരുപ്പൊന്നും പോകുന്നു. എന്റെ അമ്മോ, ഈ ഫ്രണ്ട് സീറ്റ് തരുവാ ഏട്ടാ. ഗൈസ് നമുക്ക് ഫ്രണ്ട് സീറ്റ് തരാന്ന് പറഞ്ഞ ഹോണ്ടയുടെയാ ഏറ്റവും ബേക്ക് ഇതാ കേട്ടോ. ബോട്ടിന്റെ ഉള്ളിലാണ്. ഞങ്ങളുടെ ഫസ്റ്റ് ആക്ടിവിറ്റി തുടങ്ങിയിരിക്കുകയാണ്. ഇന്ന് ഭക്ഷണമൊന്നും വേണ്ടി വരില്ല കേട്ടോ. എന്നെ ഇനിയിപ്പം എങ്ങനെയാണെന്നല്ല, എനിക്ക് ബോട്ട് അപ്പം കണ്ട ഛർദ്ദിക്കും കേട്ടോ. ദൈവം കർത്താവിന് അറിയാം എന്താവും എന്നുള്ളത്. ഇദ്ദേഹമാണ് നമ്മളെ ഇനിയിപ്പോ ഇതിന്റെ അകത്ത് കൊണ്ടിട്ട് കറക്കാൻ വന്ന പേരുണ്ട് സതീഷ് ചേട്ടന്റെ. കയ്യിൽ ഫോൺ പോയി കഴിഞ്ഞാൽ പോയിട്ടോ. യാഥാർത്ഥ്യം പോവോ പണി പാളി. എന്റെ കാലിലൊക്കെ മസിൽ കയറി ഗായ്സ്. എന്റെ അമ്മോ, എന്റെ അമ്മ, എന്റെ കാലിൽ മസിൽ കയറി പോയിക്കാം. നിങ്ങൾക്ക് എങ്ങനെയാ? എന്റെ അമ്മേ, പണി പാളി. പാവം മുതലാളി. ചേട്ടാ ഇനിയും തിരിക്കരുത് ഇങ്ങനെ പ്ലീസ് ചേട്ടാ. ചെറിയ രീതിയിൽ എന്റെ കാലം മസിൽ കയറി പോയിട്ടോ. എന്റെ അമ്മേ, 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 അയ്യോ. എന്റെ അമ്മോ ഗൈസ്, ഇത് അസാമാന്യ സ്പീഡാണ്. എന്റെ അമ്മേ, ദൈവമേ, ഫൈനലി വണ്ടി ഞങ്ങൾ നിർത്തിച്ചു. ഇനിയും ടൈമുണ്ട്. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് വെരി ബിഗ് അഡ്വഞ്ചറാണ്. അപ്പോൾ അതിനുള്ളൊരു ശരീരശേഷി ഇപ്പോൾ ഇല്ല. കാരണം ആക്സിഡൻറ്റ് കഴിഞ്ഞാൽ പിന്നെ റെസ്റ്റ് വേണ്ട സമയമാണ്. എൻ്റെ പണി ഞാൻ ഒട്ടും പ്രതീക്ഷയില്ല കേട്ടോ.
ഇദ്ദേഹം ഇങ്ങനെ ഇട്ട് തിരിക്കും എന്നുള്ളത് കിളി മാറി കൈ കിട്ടി കേട്ടോ. ജ്യൂസർ, അതായത് സുജാതയുടെ ജ്യൂസർ കൊണ്ട് അടിച്ച പോലെ ആയിപ്പോ കേട്ടോ. ഞാൻ ഇറങ്ങിപ്പോട്ടെ. ആദ്യത്തെ ഇറക്കം എൻ്റെ ആയിരിക്കണം. എന്റെ പൊന്നെ സെബിനെ, ഒരിക്കലെങ്കിലും എക്സ്പീരിയൻസ് ചെയ്യേണ്ട ഒരു അടിപൊളി സംഭവമാണിത് അല്ലേ? സത്യം കേട്ടോ ചേട്ടാ. അവിടെ ഒരു ഒന്നും പറയല്ല ഇവനെ, ഒന്നും പറയല്ല, ഒന്നും പറയാനില്ല കേട്ടോ. എല്ലാം പുള്ളി പറഞ്ഞില്ല. ഇവനെ നീ വരായിരുന്നു നന്നായി. കയ്യോ കരഞ്ഞു പോയി. സെബിൻ കരയാത്തോണ്ട് ഞാൻ കരഞ്ഞില്ല, കാരണം കൂടുതൽ കരയാൻ ആളില്ലല്ലോ. നമ്മുടെ ഫുഡ് റെഡിയായി. ഈ കാണുന്ന ഇത്രയും വിഭവം ഉണ്ട് കേട്ടോ. അച്ചാറ്, ഉപ്പ്, പപ്പടം, സലാഡ്, കരിമീൻ, അയല, ഞണ്ട്, ചെമ്മീൻ, കിച്ചടി, മോര്, താറാവ്, മീൻ, തോരൻ 2 ടൈപ്പ്, അതായത് ക്യാബേജും ഉണ്ട്, പിന്നെ അച്ചിങ്ങ ഉണ്ട്, പിന്നെ സാമ്പാർ, മോരുകറി, ചോറ്, അപ്പം. ഇത്ര സാധനമുണ്ട്. കഴിച്ച് നോക്കും. നമുക്ക് ആദ്യം തരുന്നത് സ്റ്റാർട്ടർ അപ്പം കേട്ടോ. നല്ല വെടിക്കെട്ട അപ്പം. ആഹാ, നല്ല ഒന്നാന്തരം കള്ളപ്പം. കള്ളപ്പല്ല കേട്ടോ, വെള്ളയപ്പമാണ്. നല്ല ചൂടോടുകൂടിയുള്ള ഫ്രഷ്, നല്ല പതപതാന്നിരിക്കുന്ന ഇപ്പൊ ഉണ്ടാക്കിയാന്നല്ലേ. ഇപ്പൊ ഉണ്ടാക്കി നല്ല ചൂട് വെള്ളയപ്പം തന്നു. ഇതിൻ്റെ കൂടുതൽ താറാവ് കറി തരും. ഇത് കഴിച്ചതിന് ശേഷം ബാക്കിയുള്ള സംഭവങ്ങളെല്ലാം നമുക്ക് കഴിക്കാം. വെള്ളയപ്പം കിട്ടി. ഇതേ നല്ല വെടിക്കെട്ട് താറാവ്. മപ്പാസ് അല്ലേ? മപ്പാസ് എന്നല്ലേ ഇതിന് പറയാം. മപ്പാസ്, നല്ല സൂപ്പർ താറാവ് മപ്പാസ് കിട്ടി. ഗൈസ് മതി. ഗൈസ് നോക്കൂ, നല്ല മപ്പാസും കൂട്ടി ഒരു പിടി. അതിനുശേഷം നല്ല ചോറും ആലപ്പുഴ കുട്ടനാടൻ സ്റ്റൈലിലുള്ള നല്ല ഒരു ഊണും. നല്ല കിഡിലും കറിയെന്ന് വെച്ച് കഴിഞ്ഞാൽ, അതായത് ഓവർ നെയ്യൊന്നും ഇല്ലാതെ, എന്താ പറയുക, മപ്പാസ് എന്ന് വെച്ചാൽ ആ കറക്റ്റ് അതിൻ്റെ അല്ലേ. എങ്ങനെയുണ്ട്? കഴിച്ചു നോക്കി. എങ്ങനെയുണ്ട് കഴിക്കാം? അടിപൊളിയല്ലേ? ഉരുളക്കിഴങ്ങും പിന്നെ അല്ലേ കുരുമുളകും. ആ കളറൊക്കെ നോക്കി. നോക്കൂ, ഫൈനലി സാധനങ്ങളെല്ലാം എടുത്തു. താറാവ്, ഞണ്ട്, തോരൻ, മീൻകറി, പിന്നെ കിച്ചടി, പിന്നെ അതുപോലെ തന്നെ പയറ്, പപ്പടം, മോര്. ഇനിയിപ്പോൾ കരിമീനും കൂടെ വരാനുണ്ട്. അത് എൻ്റെ ദൈവം എവിടെ വെക്കും? ഇത് വലിയ കരിമീനാണുള്ളത്. ഇത് പെട്ടു കേട്ടോ. കരിമീൻ എന്ത് ചെയ്യും? കരിമീൻ വലിയൊരു ഇതിലിരിക്കുക കേട്ടോ. ഒന്നും ചെയ്യാൻ പറ്റില്ല. കഴിച്ച് നല്ല കിഡിലെ ടേസ്റ്റുള്ള ഭക്ഷണം കേട്ടോ. എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു ഈ ഭക്ഷണം. എനിക്ക് ഇഷ്ടപ്പെട്ടവനെ അല്ലേ? നജീബിക്കൊന്നും മിണ്ടുന്ന പോലും ഇല്ല അല്ലേ? ഇത്ര ഹെവി ക്വാണ്ടിറ്റി കേട്ടോ. അതായത് നമുക്ക് മിനിമം അല്ല, ഹെവി ക്വാണ്ടിറ്റി നമുക്ക് വയറ് നിറച്ച് ഭക്ഷണം കഴിക്കാം. വീണ്ടും സാധനങ്ങളൊന്നും. സേമിയ പായസം വന്നിട്ട് ഇതുണ്ടോ, സേമിയ പായസം. ഇനിയിപ്പോൾ സത്യം പറഞ്ഞാൽ സ്ഥലമില്ലാത്തതുകൊണ്ട് ചെമ്മീൻ എടുക്കാൻ പറ്റുന്നില്ല കേട്ടോ. അതെ, ചെമ്മീൻ ഇരിക്കുന്നു. ഞാൻ സ്ഥലമില്ലേലും എടുക്കും. ഇതുണ്ടോ, ചെമ്മീനുണ്ട്. പിന്നെ അതേപോലെ തന്നെ തോരനുകൾ, അങ്ങനെ കുറേ സാധനങ്ങൾ ഇനി എടുക്കാനുണ്ട് കേട്ടോ. ഇവിടെ ഒരു കട്ട സബ്സ്ക്രൈബറിനെ കിട്ടി കേട്ടോ. കൈയൊക്കെ എങ്ങനെ ഉണ്ടെന്ന് ചോദിക്കണം. പേരെന്നാ? എവിടെ പോവാ? ആണോ, വീട്ടിൽ പോവാണോ? ബൈ. ഗൈസ്, അത് കൊള്ളാലോ, കലക്കിലോ. ഭക്ഷണമൊക്കെ കഴിച്ചു കഴിഞ്ഞാൽ ഞങ്ങൾ ചെറുതായിട്ടൊരു മയക്കൊക്കെ മയങ്ങി. ഞങ്ങളിപ്പോൾ അപ്പർ ഡെക്കിലുള്ള നമ്മൾ പോകുന്ന വഴിക്കത്തെ വ്യൂ നോക്കിയേ. ഇവിടെയൊക്കെ പോകുന്ന വഴിക്ക് ചെറിയ ചെറിയ റിസോർട്ട് പോലെ സെറ്റപ്പ്. അങ്ങോട്ട് നോക്കിയ സെബിയെ, നല്ല അത്യാവശ്യം സെറ്റപ്പ് റിസോർട്ട് പോലത്തെ സെറ്റപ്പും സംഭവങ്ങളൊക്കെ ഉണ്ട് കേട്ടോ. നേരത്തെ കിഡിലുണ്ട്. ശരിക്കും ഫ്ലോട്ടിംഗ് മാർക്കറ്റ് എന്ന് പറഞ്ഞാൽ അത് ഫസ്റ്റ് വന്ന് നമ്മുടെ ആലപ്പുഴ തന്നെയാണ് അല്ലേ ചേട്ടാ? ഇന്ത്യയിൽ എനിക്ക് തോന്നുന്നു ആദ്യത്തെ ഫ്ലോട്ടിംഗ് മാർക്കറ്റ്, ഫ്ലോട്ടിംഗ്, പിന്നെ എന്താ പറയുക, റെസ്റ്റോറൻറ്റ്, പിന്നെ ഫ്ലോട്ടിംഗ് റിസോർട്ട്, ഇതൊക്കെ വേണം നമുക്ക് ആലപ്പുഴ എന്ന് വേണമെങ്കിൽ പറയാം കേട്ടോ. അല്ലേ? ഗൈസ് നോക്കൂ, നമുക്ക് ആ കാര്യത്തിലൊക്കെ അഭിമാനിക്കുന്നുണ്ട്. ചെറിയ ചെറിയ റിസോർട്ടുകൾ സെറ്റപ്പ് ഉണ്ടോ. ഇതൊക്കെ ഉണ്ടല്ലോ, ഈ കാണുന്ന ഇതൊക്കെ ഇങ്ങനെ പിന്നെ നിരന്തരമായിട്ട് കെട്ടിയിട്ട് ആൾക്കാരെ സ്റ്റേ ചെയ്യിക്കുന്ന ഒരു ഹൗസ് ബോട്ടുള്ള സെറ്റപ്പാണ്. പലതൊക്കെ ഇപ്പോൾ ഈ എന്താ പറയുക, ഈ ലൈസൻസ് പ്രശ്നങ്ങളൊക്കെ വന്നു കഴിഞ്ഞപ്പം പലതും സൈഡ് അപ്പ് നോക്കിയാൽ ചേരാ. നീ കണ്ടത് പിന്നെ ഇതന്നെ, ഇത് ചേരയാ? എൻ്റെ പൊന്നെ, ബുള്ളറ്റ് കയറുന്ന ചേരയാ ഗൈസ്. ഇതാണ് ഇവിടുത്തെ ട്രഡീഷണൽ ബോട്ട് എന്ന് പറഞ്ഞ സംഭവം കേട്ടോ. എന്തൊരു ചിക്കാര ബോട്ട് എന്ന് പറഞ്ഞ സാധനം കേട്ടോ. അതെ, സുസുക്കിയുടെ എഞ്ചിനൊക്കെ വെച്ചാണ് ചേട്ടൻ ഓടിക്കുന്നത്. ഇത് നോക്കിയേ, ഇവിടെയൊക്കെ ഹൗസ് ബോട്ട് സംഭവങ്ങൾ ഇഷ്ടം പോലെ. സീസൺ അല്ലല്ലോ, കയറ്റി വെച്ചിട്ടുണ്ട്. 1800 ഏതാ അതാ ബോട്ട് പണിയ സ്ഥലം കേട്ടോ ആ കാണുന്നത്. ഇവിടെ എത്ര ഉണ്ട് കേട്ടോ ബോട്ട് പണിയ സ്ഥലം? 12-13 ബോട്ട് പണിയുന്ന സ്ഥലം. ഗൈസ് നോക്കൂ, 12-13. അങ്ങോട്ട് ഗൈസ് എത്ര ബോട്ടാ പണിയുന്നതെന്ന് നോക്കിയേ. ഒരു വർഷമൊക്കെ എടുക്കും കേട്ടോ ഒരു ബോട്ട് പണിത് അത് ഫൈനൽ വർക്ക് കഴിഞ്ഞ് പുറത്തിറങ്ങാൻ വേണ്ടി. ഇവിടെയുള്ള ആൾക്കാർക്ക് അതിന്റെ പണി അറിയത്തുള്ളൂ. ഇത് ആലപ്പുഴ റമദയല്ലേ? അപ്പൊ നമ്മൾ ഫിനിഷിംഗ് പോയിന്റിലെത്തിയോ?
ഓ ഗൈസ് നമ്മളിപ്പം ഫിനിഷിംഗ് പോയിന്റിലേക്ക് യാത്ര ചെയ്തോണ്ടിരിക്കട്ടോ. ഒന്നാം സ്ഥാനത്താ, ബോട്ടില്ലാത്താണ് നമ്മൾ ഒന്നാം സ്ഥാനത്താ. ഗൈസ് നോക്കൂ, നമ്മളെ ഫസ്റ്റ് എത്തുള്ളൂ. അല്ലല്ലോ സോറി, ക്യാപ്റ്റൻ ഇവിടെ ഇരിക്കുന്നത് കേട്ടോ. സെക്കൻഡ് പൊസിഷനിൽ നമ്മൾ എത്തും കേട്ടോ. ആ ഒരു രീതിയിലാണ് നമ്മൾ യാത്ര ചെയ്തോണ്ടിരിക്കുന്നത്. അങ്ങോട്ട് നോക്കിയേ, അട്ടി എത്ര ബോട്ട് ഇട്ടേക്കണമെന്ന് പറയാം. അതായത് ഈ ആലപ്പുഴയിൽ ഒരു പ്രത്യേകത ഉണ്ട്. അതായത് നമ്മൾ കയറിയാക്കുന്ന ബോട്ട് ചട്ടി ഏതായിട്ടാ, നമ്മൾ ഈ ബോട്ട് സ്റ്റാർട്ട് പള്ളാത്തുരുത്തി നിന്നാണ്. ഇത് ഫിനിഷിംഗ് പോയിന്റിലെ ബോട്ട് സ്റ്റാർട്ട് ചെയ്യുന്ന ഒരു പ്ലേസ് ആണ്. അങ്ങനെ എത്ര പ്ലേസ് ഉണ്ട് മൊത്തം? ഇവിടെ 3 പ്ലേസ് ഉണ്ട്. ആ 3 പ്ലേസിലും ഇതേപോലെ നമുക്ക് ബോട്ട് കയറാൻ പറ്റും. ഇതൊക്കെ എന്താ വെച്ചാൽ വൺ ഡേ ക്രൂയിസ് ഒക്കെ എടുക്കുന്ന ആൾക്കാരാണ്. ഇത് കൈ കാണിച്ചേ ഹായ്. ഗൈസ് നമ്മുടെ സബ്സ്ക്രൈബേഴ്സ് ഇഷ്ടം പോലെ ഉണ്ട് കേട്ടോ ഇതിൻ്റെ അകത്ത്. വെരി നൈസ്. നോക്കിയേ, ഒരു വള്ളം വരുന്നുണ്ടോ അവിടുന്ന്? ഇത് അത്യാവശ്യം വലിയ ചേട്ടാ, പിന്നെ സീസൺ ആണെങ്കിൽ കണ്ടമാനം ബോട്ട് ഉണ്ടാവില്ലേ? സീസൺ ആണെന്നുണ്ടെങ്കിൽ ഈ ബോട്ടുകൾ മുഴുവൻ ഇവിടുന്ന് ഇറങ്ങി ഓടുന്ന ബോട്ടുകളാണ്. ഇതെല്ലാം ഇവിടെ മാർക്കറ്റിൽ സീസൺ അല്ലാത്തതുകൊണ്ടാണ്. അതായത് നമ്മുടെ ബാംഗ്ലൂരൊക്കെ ബ്ലോക്കിൽ പെട്ട പോലെ ഇഷ്ടം പോലെ ഉണ്ടാവും. വളരെ സൂക്ഷിക്കേണ്ടി വരും. അന്ന് ഈ പറയുന്ന ശാന്തത വളരെ. അങ്ങനെ ഫൈനലി നമ്മൾ റമദയുടെ തൊട്ടടുത്തെത്തി. ഇഷ്ടംപോലെ ബോട്ടുകൾ ഇവിടെ കിടപ്പുണ്ട്. ഇതാണ് ആ ഫൈനൽ അല്ലേ ഏട്ടാ, ഫൈനൽ സ്റ്റേജ് എന്ന് പറയുന്നത് അല്ലേ ഗൈസ്. അങ്ങനെ അവസാനം ഞങ്ങൾ അങ്ങനെ VIP പവലിയൻ്റെ അടുത്തെത്തി. ഇതാണ് VIP പവലിയൻ. ഇതിവിടെയാണ് ഫിനിഷിംഗ് പോയിന്റ് വരും കേട്ടോ. ആ ആവേശകരമായ മുഹൂർത്തം ഇവിടെയാണ് നടക്കുക. നോക്കൂ, അങ്ങനെ ഫൈനലി നമ്മളങ്ങനെ വന്ന വഴിയിൽ നിന്നും നമ്മളങ്ങനെ അടുത്ത വഴിയിലേക്ക് കയറുവാണ്. അതായത് നമ്മളിനിപ്പോൾ ഏത് ഭാഗത്തോട്ട് ഏട്ടാ പോകുന്നത്? നമ്മൾ വന്ന സ്ഥലത്തോട്ട് തന്നെ. വിളക്കുമരം എന്ന് പറയുന്ന സ്ഥലമാണ്. നമ്മുടെ ആലപ്പുഴ ഫിനിഷിംഗ് പോയിന്റ് നമ്മൾ നേരെ കയറി വിളക്കുമരം കെട്ടിനെടുത്തിരിക്കുന്നത്. റൈറ്റ് വരുന്നത് നേരെ പള്ളാത്തുരുത്തി. ഗൈസ് നോക്കൂ, പള്ളാത്തുരുത്തി ഭാഗത്തോട്ടാണ് നമ്മൾ പോകുന്നത്. ഗൈസ് നോക്കൂ, പിള്ളേർ സെറ്റൊക്കെ അവിടെ കലക്കുക കേട്ടോ. ഇത് എത്ര ബോട്ടാ വരണമെന്ന് നോക്കിയാൽ 1 2 അല്ല കേട്ടോ. ഇതിപ്പോൾ എല്ലാവരും ഇനിയിപ്പം അടുപ്പിക്കുന്ന സമയമാണ്, അതാ സംഭവം. അപ്പോൾ 1 2 അല്ല, ഇഷ്ടം പോലെ ബോട്ടുകൾ ഇതേപോലെ വരും. ആ ബോട്ടുകളാണ് ഈ കാണുന്നത്. അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ഇപ്പം വണ്ടി ഉണ്ട്, നമുക്ക് അറിയണം. ഈ സമയത്തും എടുക്കുന്ന സമയത്തും പറഞ്ഞു എല്ലാം നമുക്ക് ഒരുമിച്ച് കാണാൻ പറ്റും. ഗൈസ് നോക്കൂ, ഇപ്പം ഇഷ്ടം പോലെ ബോട്ടുകൾ കാണാൻ പറ്റും കേട്ടോ. ഇഷ്ടം പോലെ. കൂടുതൽ വിവരങ്ങൾ അറിയാനായി ലിബിനെ സമീപിക്കുക. ഇൻസ്റ്റാഗ്രാം ലിബിനി പോളിജെറ്റ്. എന്റെ പൊന്നെ, റൂട്ടിൽ മാത്രമല്ല ബ്ലോക്ക് ഉള്ളത്, ബ്ലോക്ക് ആയത് നോക്കി. എന്റെ പൊന്നും കുരിശ് മുത്തപ്പ, ഫുൾ ബ്ലോക്ക്. ഇതെന്നാ ബ്ലോക്കാടാ, ബ്ലോക്ക് എത്തി ചേട്ടാ. വാ, വൈറ്റില ജംഗ്ഷൻ, ആലുവ. ഈ പോകുന്ന വഴിക്കുണ്ടല്ലോ ഇഷ്ടം പോലെ ഇതുപോലെ തടിവള്ളങ്ങൾ മുങ്ങിയാക്കുന്നതാണ് കേട്ടോ. ഇത് ഈ അശ്രദ്ധമായിട്ടൊക്കെ പാർക്ക് ചെയ്യുമ്പം കുറ്റികളും മറ്റു സംഭവങ്ങളൊക്കെ തട്ടി പോകുന്നതാണെന്നാണ് നമ്മുടെ ക്യാപ്റ്റൻ ആശാൻ പറഞ്ഞിരിക്കുന്നത്. അപ്പം വളരെ ശ്രദ്ധാപൂർവം വേണം കാര്യങ്ങൾ. വെള്ളം കൂടുന്ന കുറ്റി ഇത് വെച്ചാൽ അറിയില്ല. അപ്പൊ പാർക്ക് ചെയ്യാൻ നേരത്തെ അത് കുത്തി കയറുന്ന ഏതാടാ, ഈ വെള്ളം കൂടി നിൽക്കുന്ന സമയത്ത് കുറ്റിയില്ലേ, ഈ കുറ്റി കാണൂല. പാർക്ക് ചെയ്യാൻ നേരത്തെ ഈ സാധനം കൊണ്ടുകയറും. നമ്മുടെ ഇത് ഇരുമ്പല്ലേ, ഫൈബറും ഉണ്ട്, ഇരുമ്പും ഉണ്ട്, മരമുണ്ട്, അങ്ങനെ പല രീതിയിലുള്ള സെറ്റപ്പ് ഉണ്ട്. പോകുന്ന വഴിക്കൊക്കെ ഞാൻ 2 3 കണ്ടു കേട്ടോ. ഇതേപോലെ ഇങ്ങനെ മുങ്ങിത്താന്ന് കിടക്കുന്ന സാധനങ്ങൾ കേട്ടോ. അങ്ങനെ ബോട്ടിൽ നിന്ന് ഇറങ്ങി നമ്മളിപ്പോൾ ചേട്ടന്മാരുടെ ട്രാവൽസ് വണ്ടി ഇടുന്ന ഇവിടെ എത്തി കേട്ടോ. ഇവിടെയാണ് ഞങ്ങൾ രാവിലെ എത്തിയത്. ഈ കാണുന്ന ഇത് ഇവരുടെ ട്രാവൽസ് വണ്ടികളാണ്. അതായത് ഇവർക്ക് ഇത് കൂടാതെ പാക്കേജ് ഓട്ടം അതുപോലത്തെ സെറ്റപ്പ് ഉണ്ട് അല്ലേ, അങ്ങനെയല്ലേ? എന്ന് വെച്ചാൽ നമുക്ക് കേരളത്തിനകത്തുള്ള എല്ലാ സ്ഥലങ്ങളിലേക്കും നമ്മൾ പാക്കേജ് എടുക്കുന്നുണ്ട്. എയർപോർട്ടിൽ നിന്ന് എടുത്ത് ഇങ്ങോട്ട് കൊണ്ടുവരും. അപ്പോൾ എറണാകുളത്തൊക്കെ വരും. പിന്നെ ടീമായിട്ട് വരുവാണെങ്കിൽ എയർപോർട്ടിൽ നിന്നോ അല്ലെങ്കിൽ റെയിൽവേ സ്റ്റേഷനിൽ നിന്നോ പിക്കപ്പ് ചെയ്ത് മൂന്നാർ, തേക്കടി, കുമളി, ആലപ്പി, വീണ്ടും കൊച്ചി. ഓ ഗൈസ്, അതിന് 26 സീറ്റ് പ്രജാപതി ഉണ്ട്. നമ്മുടെ നമ്മുടെ നജീബിക്കാട്ട് എടുത്ത് പണിത അർബാനിയുണ്ട് പ്രജാപതി. പിന്നെ തൊട്ടിപ്പുറത്ത് ഈ കാണുന്നത് SML ആട്ടോ. SML വണ്ടിയുണ്ട് കേട്ടോ. ഞങ്ങൾ നിർത്തേക്കുന്ന തൊട്ടിപ്പുറത്തെ പാലം കയറി കേട്ടോ. ഒരു അസാമാന്യ പാലം. മിസ്റ്റർ സെബിനെ വടിമിഴുങ്ങി വാ. ആരാണത്? എൻ്റെ പൊന്നെ, അല്ല ആ പാലത്തിൻ്റെ പണി നടക്കുന്നതാണ്. ഇവിടെ നമുക്ക് വരാൻ പറ്റും. ഇവിടെ ഒരു കീടിലും പള്ളിയുണ്ട്. അങ്ങോട്ട് നോക്കിയേ. ഓ, കായലിനോട് ചേർന്നൊരു കീടിലും പള്ളി, മാതാവിൻ്റെ നാമത്തിലുള്ളതെന്ന് തോന്നുന്നല്ലടാ. നമ്മുടെ വോട്ട് അപ്പുറത്തെ വശത്ത്, ഇത് ഇപ്പുറത്തെ വശം കേട്ടോ. ഇവിടെയാണ് നമ്മുടെ വണ്ടികളൊക്കെ നിരത്തിയിട്ട് ഇപ്പം നമ്മൾ ആ വീഡിയോയും കാര്യങ്ങളൊക്കെ ചെയ്തൊരു ഈ ഭാഗം കേട്ടോ. ഇതിൻ്റെ തൊട്ട് ഇവിടെയായിരുന്നു സത്യം പറഞ്ഞാൽ ആദ്യത്തെ നിങ്ങൾ ആൾക്കാരെ കയറ്റിയ സ്ഥലം ആണോ? ഗൈസ് നോക്കി, ഇപ്പം ഇത് മാറി അപ്പുറത്തോട്ട് മാറി. അവിടെ പാലമണി ആയതുകൊണ്ട് പള്ളാത്തുരുത്തി പള്ളിയുടെ വാതിക്കൽ നിന്നായിരുന്നു നമ്മുടെ ഇവിടുന്ന് സാധാരണ ക്രൂസുകളെല്ലാം സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. ഇപ്പോൾ ഈ പാലമണി കാരണം ബോട്ടുകൾക്ക് ഇപ്പുറത്തേക്ക് വരാൻ സാധിക്കാത്തതുകൊണ്ട് നമ്മളിപ്പോൾ ഇപ്പുറത്തോട്ട് മാറി. പുതിയൊരു സ്ഥലത്തേക്ക് ഗൈസ് നോക്കി, ഇവിടെയൊക്കെ നല്ല കിടിലം വീടുകളും
ഫോട്ടോഷൂട്ടും പരിപാടിയും സംവിധാനങ്ങളും കാര്യങ്ങളൊക്കെ നടക്കുന്ന ഒരു ഏരിയ കേട്ടോ. നമുക്കൊരു കണ്ണിനൊരു കുളിർമ. സമയം വൈകിട്ടായി, ടീ ടൈമിൽ നമുക്ക് കഴിക്കാനായിട്ട് നല്ല ഇവരുടെ കിച്ചൺ ഉണ്ടാക്കിയ ചായയും നല്ല നാടൻ പഴംപൊരിയും ചിപ്സും ഉണ്ട് അല്ലേ. ക്രിസ്പിയായ ചിപ്സ്, ചായ, പഴംപൊരി. വാവ്, ഇനിയും പഴംപൊരിയും ചായ കേട്ടോ. സൂപ്പർ അല്ലേ, ഉണ്ടോ അല്ലേ. ഇനി ചായ കുടിക്കുന്ന ടൈം കേട്ടോ, അടിപൊളി. രാത്രിയില് മീൻപിടുത്തം കേട്ടോ. ഞാൻ ഇന്നത്തെ കൺട്രാക്ട് സ്രാങ്ക്. വേറെ കാര്യമുണ്ട്, പിടിക്കുന്ന പുള്ളിക്കാരൻ പോയിട്ട് നോക്കൂ, ഇത് കണ്ടോ അജീവക്ക പിന്നെ ചൂണ്ടയിടുവാണ്. ഇവരെ വറുത്തപ്പം കരിഞ്ഞു പോയി എന്തിനും മീൻ പുറത്തോട്ടിട്ടായിരിക്കും. അതെ, പുള്ളി ഈ കായലിലെ മീന് തീറ്റ കൊടുക്കാന്നുള്ള പുള്ളി ലക്ഷ്യം. വെള്ളറക്കി മീൻ കിട്ടി ഒരെണ്ണം. മീനാണെന്നോട് ചോദിക്കണം, പൂളാനാണെന്ന് തോന്നുന്നു. കുരിയാണോ? കൂരിയാണോ? ഇതന്നെ ഇതന്നെ ഏട്ടാ സാധനം. ആ, ചില്ലംകുരി. അയ്യോ, ഒരെണ്ണം അടിച്ചു കേട്ടോ. ചേട്ടാ ഈ തരുവാണ് വർക്കോ അറിയിച്ചു. നിനക്കാ വലുതാ ലക്ഷ്യം. നിന്റെ ലക്ഷ്യം? ആ ഗൈസ്, കൊറേ നേരം കേട്ടോ ചൂണ്ടയിൽ തുടങ്ങിയത്. ഇതിന് 3 കൊമ്പാട്ടോ, കുത്തി കേറിയാണ്ടോ. ട്രൗസർ കയറി കൈ കിട്ടും കേട്ടോ. രാത്രിയിലേക്കുള്ള നമ്മുടെ ചെമ്പല്ലി വറുത്താട്ടോ കാണുന്നേ. എന്റെ പൊന്നെ, രാത്രിയിലെ ഡിന്നറാണ്. ഒരു ഫുൾ ചെമ്പല്ലി മൊത്തം നമുക്ക് വേണ്ടി റെഡി ആക്കുവാണ് കിച്ചണില്. എന്റെ പൊന്നെ, ഒരു അജാന ബാബു സാധനം. രാത്രിയായിട്ടോ, പുറത്ത് ഒരു കാഴ്ചയില്ല, ഫുൾ ലൈറ്റ് മാത്രം, വേറൊരു സംഭവമല്ല. രാത്രിയിൽ ഫുഡ് കഴിക്കാൻ പോവാണ്. അതിനുശേഷം റൂമിൽ കിടന്ന് ഉറക്കം കേട്ടോ. നമ്മുടെ ഫുഡും കാര്യങ്ങളൊക്കെ ഇവിടെ റെഡിയാക്കി എടുത്തു വെച്ചിട്ടുണ്ട്. യെസ്, ഇതേ പൈനാപ്പിള്, അച്ചാറ്, ഇതേ ഫിഷ് പൊള്ളിച്ചത്. അത് ഫിഷ് പൊള്ളിച്ചത് ചെമ്പല്ലി കേട്ടോ. ഇത് സലാഡ്, മോര്, മീൻകറി, പിന്നെ ഇതെന്താ ഇത്? മുട്ട റോസ്റ്റ്. ഇഷ്ടപ്പെട്ട പൈനാപ്പിള്. ഗൈസ് നോക്കൂ. അപ്പം പിന്നെ ചപ്പാത്തി സംഭവമൊക്കെ ഉണ്ട്. സംഭവം കഴിക്കണം കേട്ടോ. ഓ, വെരി നൈസ്. വാഴയില് പൊള്ളിച്ച കാളാഞ്ചിയാ? ഇവിടെ എങ്ങനെ എന്തോ രണ്ടുപേരുണ്ട്. ജ്യൂസി, അടിപൊളി സാധനം. വൈകിട്ട് പുള്ളിക്കാരൻ ഒരുപാട് ഫുഡൊക്കെ നമ്മള് ചിക്കൻ റോസ്റ്റും ചിക്കൻ ഫ്രൈയും വേണ്ടെന്ന് പറഞ്ഞു. നിങ്ങള് പക്ഷേ മെനു കുറയ്ക്കാൻ പറഞ്ഞ നിങ്ങളെ ഒരു ഉച്ചക്ക് തന്നെ കഴിച്ച് തീരുന്നില്ല. മനുഷ്യന് കഴിക്കാനുള്ളവരെ അല്ലേ. ലിബി അങ്ങനെ ഇവിടെ കിടന്നു. നീ മേലിൽ തള്ളാൻ വരുന്നുണ്ടോ? മടുത്തോ? ഗൈസ് നോക്കൂ, ലിബി മടുത്ത്. ലിബി ഇവിടെ കിടന്നു. നമുക്ക് വല്ലട്ട് പോകണം ഗൈസ്. ഞങ്ങൾ രണ്ടാമത്തെ റൂമിലുണ്ട്. ഫ്രണ്ടിലുണ്ടായ സാധനങ്ങളൊക്കെ ഞങ്ങൾ എടുത്തു. ഇനി മേളിൽ കുറച്ചു നേരം ഇവരുടെ ഒരു പ്രീമിയം റൂമുണ്ട്, അങ്ങോട്ട് പോകാട്ടോ. ഒരാളെത്തി. ഇനി സെബിനൊക്കെ വരാനുണ്ട് കേട്ടോ. ഈ കാണുന്ന റൂമിലാണ് ഞങ്ങൾ കുറച്ചു നേരം ഇരിക്കുക. അതിനുശേഷം നമ്മള് കടന്നാ വരുന്നില്ല. അവരെ മരുന്ന് കഴിക്കാണ്ടിരിക്കും. മരുന്ന് കഴിച്ചിട്ട് ഇതാണ് ഇതിനകത്ത് ഏറ്റവും വലിയ റൂം കേട്ടോ. എത്ര റൂമുണ്ടല്ലേ ഇതിനകത്ത് ഇത് ഉപയോഗിക്കാം അല്ലേ? യാ ഗൈസ്,